Hallelujah.
സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു കർത്താവേ. ആകാശത്തിന് കീഴിലുള്ള സകല രാജ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ രാജ്യത്തെയും അങ്ങയുടെ നാമത്തെ ഞങ്ങൾ സൗഖ്യമാക്കി പ്രാർത്ഥിക്കുന്നു. ആകാശത്തിന് കീഴിലുള്ള സകല കുടുംബങ്ങൾക്ക് വേണ്ടിയോ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബത്തെ അങ്ങ് സൗഖ്യമാക്കി ആക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആകാശത്തിന് കീഴിലുള്ള സകല പുത്രിപുത്രന്മാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. ഓരോ പുത്രനെയും പുത്രിയെയും അങ്ങ് സൗഖ്യമാക്കി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആരാധനയിലും പ്രാർത്ഥനയിലും പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളെയും യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഭവനത്തിൽ പല പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർ, രോഗത്തിന്റെ അവസ്ഥയിലായിരിക്കുന്നവർ, ഡോക്ടർമാർ ഉപേക്ഷിക്കപ്പെട്ട് ഭവനങ്ങളിൽ വന്നവരുണ്ട്, നാളുകളായി കിടപ്പുരോഗികളുണ്ട്, കിടന്ന് ശരീരം പൊട്ടിയവരുണ്ട്, ആഹാരം കഴിക്കാൻ പ്രയാസപ്പെടുന്നവരെ, കഴിഞ്ഞ രാത്രി വേദനയും പ്രയാസവും ഉറങ്ങാത്ത അവർക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, കുടുംബത്തിൽ സമാധാനമില്ലാതെ മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥ അടിമകളായി നാട്ടിലും വീട്ടിലും ബഹളങ്ങൾ ഉണ്ടാക്കുന്നവർ, സാമ്പത്തികമായ പ്രയാസങ്ങളിൽ കടന്നു പോകുന്നവർ, അവർക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, ഇന്ന് യാത്ര ചെയ്യുന്ന ഓരോരുത്തരെയും യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. യാത്ര അനുഗ്രഹിക്കപ്പെടണം. അനുഗ്രഹിക്കുന്ന അനുഗ്രഹിക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. Lord Jesus, we pray this morning for each of our brothers and sisters. We pray for healing, health, restorations, O Lord God. Lord, we just pray as they go to schools, college, universities on this day, Lord. We pray for traveling mercies, Master. We ask for your favor of the Lord shall go before them, Lord. We pray for every person who's going to attend interviews on this day, Lord. Lord, we pray and we bless and we send them to you for them, Lord Jesus. We pray, Lord, for new doors, new ventures to open up for them, O Lord God. People applying for new visas, Lord God. We pray for finance, Master. We ask for your favor to go before them, Lord. Bless each one of the family members, O Lord God. Heal our sicknesses, issues in our bodies, O Lord. All this we ask your holy name. Pray, amen. കർത്താവെ, കുടുംബങ്ങളുടെ സമാധാനത്തിനായി ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ഓരോ കുടുംബത്തെയും ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അങ്ങ് നൽകുന്ന സന്തോഷവും സമാധാനവും വിടുതലും സൗഖ്യവും ദൈവശക്തിയും കർത്താവെ ഓരോ കുടുംബവും അനുഭവിക്കേണ്ടതിനായി ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സൗഖ്യമില്ലാതെ വിഷമിക്കുന്ന പ്രയാസപ്പെടുന്നവരുണ്ട്. യേശുവിന്റെ നാമത്തിൽ ദൈവിക സൗഖ്യത്തെയും ആരോഗ്യത്തെയും അവരിലേക്ക് കൊണ്ടുവരുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സന്നിച്ചായ നാം ലോകത്തിന്റെ ഏത് രാജ്യത്ത് പാർക്കുന്നുവെങ്കിലും ഒന്നിച്ച് പ്രാർത്ഥിപ്പാൻ, ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമുക്ക് തന്ന സൗകര്യമാണല്ലോ പ്രേയിങ് കേരള എന്ന ഈ പ്രാർത്ഥന. 2013 ഫെബ്രുവരി 1 മുതൽ ഈ പ്രാർത്ഥന ലോക രാജ്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. തിങ്കൾ മുതൽ ശനി വരെയുള്ള എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 7 വരെ ഹാർവസ്റ്റ് ടിവിയിലും അപ്പോൾ തന്നെ യൂട്യൂബിലൂടെയും തത്സമയമായി ഈ പ്രാർത്ഥന ലോക രാജ്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. ഇന്ന് നമ്മൾ 4118 ദിവസത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. പ്രേയിങ് കേരളയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു, നമ്മൾ കുടുംബമായി ചേർന്ന് മറ്റുള്ളവരോടുകൂടെ മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അതെ സിനിമ ഇന്നൊരു പ്രോഗ്രാമിൽ ഇച്ചിരി ഡിലേ വന്നു, ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ സാരമില്ല, നമുക്കിപ്പം എണ്ണയും വെള്ളം എടുത്ത് പ്രാർത്ഥിക്കാം. ഇപ്പം 6:55 ആയാലും നമുക്ക് ഒരു ഉടനെ പ്രാർത്ഥിക്കാം. ഈ ഒരു മകളുടെ സാക്ഷ്യമാണ്. അയൽക്കാരിക്ക് കാൽമുട്ട് വേദനയായിട്ട് നടക്കാൻ ഒട്ടും പറ്റില്ലായിരുന്നു. കഴിഞ്ഞ മീറ്റിങ്ങിന് കിട്ടിയ എണ്ണയും വെള്ളവും അവർക്ക് കൊണ്ട് കൊടുത്തു. അന്നു മുതൽ പുരട്ടി ദിവസങ്ങൾക്കകം നടക്കാൻ തുടങ്ങി, വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറയും. സന്നിച്ചായ നമ്മൾ യേശുവിലുള്ള വിശ്വാസത്തിന് അടയാളമായി ആ എണ്ണയും വെള്ളവും ഒക്കെ എടുത്ത് വെച്ച് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പക്ഷേ ഈ പ്രാർത്ഥന ഹാർവസ്റ്റ് ടിവിയിൽ ഇപ്പോൾ നിന്നാലും യൂട്യൂബിലൂടെ വീണ്ടും നമുക്ക് തുറന്ന് ഓരോ വിഷയങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാൻ സാധിക്കും. യൂട്യൂബിൽ പ്രെയർ ഇപ്പം കട്ടാകത്തില്ല, തുടർന്നും നമ്മൾ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയായിരിക്കും. അപ്പോൾ തന്നെ സണ്ണിച്ചാൻ ഓർപ്പിച്ചതുപോലെ ചില ടെക്നിക്കൽ ഇഷ്യൂ കാരണമാണ് ആദ്യത്തെ ഒരു 50 മിനിറ്റോളം നമുക്ക് ഈ പ്രാർത്ഥന കിട്ടാതിരുന്നത്. അതുകൊണ്ട് പ്രേയിങ് കേരള കുടുംബാംഗങ്ങൾ എല്ലാവരും ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥന യാതൊരു തടസ്സവും കൂടാതെ ലോക രാജ്യങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ എല്ലാവരെയും വിലയേറിയ പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. അപ്പോൾ തന്നെ പ്രേയിങ് കേരള ഒത്തിരി സാമ്പത്തികമായ ആവശ്യങ്ങളുടെ മുൻപിലാണ് നമ്മൾ നിൽക്കുന്നത്. ഹാർവസ്റ്റ് ടിവിക്ക് നമ്മൾ 53 ലക്ഷം രൂപയോളം ഈ ദിവസങ്ങളിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തന്നെ അത്യാവശ്യമായി 10 ലക്ഷം രൂപ ഹാർവസ്റ്റിന് കൊടുത്തെങ്കിൽ മാത്രമേ ഈ പ്രാർത്ഥന മുമ്പോട്ടും നമുക്ക് പോകാൻ സാധിക്കത്തുള്ളൂ. എല്ലാവരെയും പ്രാർത്ഥനയും അപ്പോൾ തന്നെ സഹകരണവും ഈ സമയത്ത് ചോദിക്കുന്നു. പ്രേയിങ് കേരള അക്കൗണ്ട് ഡീറ്റെയിൽസ് സ്ക്രീനിൽ നൽകി തരാം. അതിലേക്ക് നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് പണം അയക്കുവാൻ സാധിക്കും. ഇല്ല എങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് നൽകി തരാൻ കഴിയും. സാമ്പ്രദർ USA ആയിരിക്കുന്നല്ലോ, അദ്ദേഹത്തിൻ്റെ നമ്പരും സ്ക്രീനിൽ ലഭ്യമാണ്. അപ്പോൾ തന്നെ അതും പ്രേയിങ് കേരളയിൽ ആവശ്യപ്പെട്ടാൽ അത് നൽകി തരാം. ഈ വ്യാഴാഴ്ച നമുക്ക് തിരുവല്ലായിലും ഈ ശനിയാഴ്ച ട്രിവാൻഡ്രത്തും നമ്മുടെ കുടുംബയോഗം നടക്കുന്നു. ഈ സമയത്ത് യേശുവിലുള്ള വിശ്വാസത്തിന്റെ അടയാളമായി കരങ്ങളിലെടുത്തിരിക്കുന്ന വസ്തുക്കൾക്ക് വേണ്ടി നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കരങ്ങളിലിരിക്കുന്ന എണ്ണയും വെള്ളവും കർത്താവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കരുത്തിരിക്കുന്ന എല്ലാ വസ്തുക്കളെയും കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എണ്ണ അത് കത്ത് പുരട്ടുമ്പോൾ, വെള്ളം കുടിക്കുമ്പോൾ ദൈവിക ശക്തി, ദൈവിക ആരോഗ്യം, ദൈവിക സൗഖ്യം ഉണ്ടാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ പാസ്പോർട്ടിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആധാരമൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്, അവർക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കുന്നു. പഠന ഉപകരണങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവേ, രോഗത്താൽ വിഷമിക്കുന്ന ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അത്ഭുതകരമായ സൗഖ്യം ഓരോരുത്തരും ജീവിതത്തിൽ അങ്ങ് നൽകി കൊടുക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നത്. ഹോസ്പിറ്റലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു.
കർത്താവ് ഭവനങ്ങളിൽ സൗഖ്യമില്ലാതെ വിഷമിക്കുന്നുണ്ട്, അവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവെ, അങ്ങ് ക്രൂശിൽ തികച്ചെടുത്ത സൗഖ്യത്തെ അവരിലേക്ക് കൊണ്ടുവരുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവേ, വിവിധ ഭാരത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് ആശ്വാസവും വിടുതലും ലഭിക്കേണ്ടതിനായി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിവിധ ഭയത്തിന് അടിമകളായിരിക്കുന്നവരുണ്ട്. യേശുവിൻ നാമത്തിൽ വെള്ളം കുടിക്കുമ്പോൾ തന്നെ അവർ ആശ്വാസം പ്രാപിക്കട്ടെ, വിടുതലുണ്ടാകട്ടെ. യഹോവയിൽ തന്നെ ആശ്രയിച്ച് അവരുടെ കർത്താവ് ജീവിതയാത്ര തുടരുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരുതലും സംരക്ഷണയും നൽകും. കർത്താവായ യേശുവെ, ഞങ്ങളിൽ വസിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുവാൻ ഇടയാക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പഠിക്കുന്ന മക്കളെ യേശു കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മക്കൾക്ക് പഠിക്കാനുള്ള കഴിവും ശക്തിയും ബുദ്ധിയും ആരോഗ്യം ഉണ്ടാകട്ടെ. പഠിപ്പിച്ചതൊന്നും പോലും മറന്നു പോകാതെ എല്ലാം എഴുതി കർത്താവെ ഇവർക്ക് ഉന്നതമായ വിജയം ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ചില മക്കൾ കർത്താവെ മദ്യത്തിന് മയക്കുമരുന്ന് ലഹരി അടിമകളാണ്. മൊബൈൽ ഫോണുകൾ കൂടുതൽ ഉപയോഗിക്കുന്ന മക്കളുണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കർത്താവ് ദുസ്വഭാവങ്ങൾ പൂർണ്ണമായും മാറട്ടെ. ദൈവിക സമാധാനം നിറയപ്പെട്ട് കർത്താവെ അവർ ഭവനത്തിന്, അവർ പഠിക്കുന്ന സ്കൂളിന്, അവരുടെ ദേശത്തിന് നല്ലവരായി തീരുവാൻ എൻ്റെ കർത്താവെ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കർത്താവ് മക്കളെ അനുഗ്രഹിക്കുന്ന വൻകൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവെ, കാർഷിക മേഖലയിലായിരിക്കുന്ന എല്ലാ കർഷകരെയും നിന്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല വിളവുകൾ അവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വന്തമായിട്ട് വീടുകളില്ലാത്തവർ, വാഹനങ്ങളില്ലാത്തവർ, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ വ്യക്തികളെ, കുടുംബങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാണക്കേടിൽ ജീവിക്കുന്ന പ്രിയപ്പെട്ടവരുടെ യേശുവിൻ്റെ നാമത്തിൽ അങ്ങ് നൽകുന്ന ഉയർച്ചയും നന്മയും അനുഗ്രഹവും അവരിലേക്ക് കൊണ്ടുവരുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവെ, ആക്സിഡന്റ് വന്ന് കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു നാമത്തിൽ അവരെ ഇപ്പോൾ സൗഖ്യമാകുന്നു. ഹെഡ് ഇഞ്ചുറി വന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബ്ലഡ് ക്ലോട്ട് മാറാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബോധം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു നാമത്തിൽ അവരെ സൗഖ്യമാകുന്നു. കാലും കൈയും നടുവൊടിഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു നാമത്തിൽ സൗഖ്യമാകുന്നു. പൊള്ളലേറ്റവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരണ്ട് അടിച്ചവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇനി യാത്ര ചെയ്യുന്നവരെ എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനർത്ഥങ്ങളൊന്നും കൂടാതെ എത്തേണ്ട സ്ഥലത്ത് എത്താനുള്ള കൃപ നീ കൊടുക്കുമാറാണെന്നോട് പ്രാർത്ഥിക്കുന്നു. സകല ക്യാൻസർ പേഷ്യൻസിനെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാക്കുന്നു. അമോഴകൾ ഇപ്പോൾ മാറ്റുന്നു. ആ തടിപ്പുകൾ യേശുവിന്റെ നാമത്തിൽ മാറ്റുന്നു. ബ്രസ്റ്റ് ക്യാൻസർ ഇപ്പോൾ സൗഖ്യമാകുന്നു. വയറിലെ ക്യാൻസർ സൗഖ്യമാകുന്നു. യൂട്രസ് ക്യാൻസർ സൗഖ്യമാകുന്നു. പ്രോസ്റ്റേറ്റ് ക്യാൻസർ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകുന്നു. കിഡ്നി സംബന്ധമായ രോഗത്തിലൂടെ കടന്നു പോകുന്നവരെ കർത്താവിന്റെ നാമത്തിൽ സൗഖ്യമാക്കുന്നു. ക്രിയാറ്റിൻ ലെവൽ നോർമലാക്കുന്നു. ലിവർ സംബന്ധമായ രോഗത്തെ കർത്താവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാക്കുന്നു. അവിടുത്തെ അടിപ്പിടലുള്ള സൗഖ്യം ഓരോ രോഗികളിൽ കൊണ്ടുവരാൻ, നടുവേദനയാൽ ഭാരപ്പെടുന്നവരെ ഇപ്പോൾ സൗഖ്യമാക്കുന്നു. കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടോടെ കഴിയുന്നവർക്ക് വേണ്ടിയെല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ പിതാവേ, ഇന്നേ ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ സ്ത്രീ സമൂഹത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രായാധിക്യത്തിലിരിക്കുന്ന മാതാവ് മുതൽ ഇപ്പോൾ ജനിച്ച കുഞ്ഞുവരെ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഭയത്തിന് അടിമകളായിരിക്കുന്നവർ, രോഗികളായവർ, തീരാവ്യാധികളാൽ കിടക്കമേലായി പോയവർ, മാനസിക സംഘർഷ നിമിത്തം ഭവനങ്ങളിൽ അടയ്ക്കപ്പെട്ടവർ, ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർ, കർത്താവെ, അനാഥര വിധവമാരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വസ്ഥതയും സമാധാനവും ആരോഗ്യവും അവരുടെ മേൽ വരേണ്ടതിന് ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിവിധ ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്നവരുടെ യാത്രകൾ ക്ഷേമമാകട്ടെ. അനർത്ഥം കൂടാതെ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിവിധ ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്കായി സ്തോത്രം. ഇൻ്റർവ്യൂവിനും ടെസ്റ്റിനും എക്സാമിനുമായി പോകുന്ന വ്യക്തികൾക്കായി സ്തോത്രം. അങ്ങയുടെ മികവിൻ്റെ ആത്മാവിനാൽ അവരെ നിറച്ച് സകലതും നന്നായി ചെയ്യുവാൻ ദൈവിക കൃപയ്ക്കുള്ളിൽ ഓരോരുത്തരെയും മറയ്ക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കായി സ്തോത്രം. അവരുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി കൊടുക്കണം. കരുതലും സംരക്ഷണവും ഓരോ വ്യക്തികൾക്കും ലഭിക്കട്ടെ. കർത്താവായ യേശുവെ, ഞങ്ങളിൽ വസിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുവാൻ ഇടയാക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവെ, യൗവനക്കാരായ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജോലി ചെയ്യുന്ന മക്കളുണ്ട്, അവരെ ഓരോരുത്തരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മികവിൻ്റെ ആത്മാവിനാൽ അവരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി മേഖലയിൽ ദൈവിക അനുഗ്രഹവും ഉയർച്ചയും നന്മയും ഉണ്ടാകേണ്ടതിനായി അവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ വിവാഹപ്രായം എത്തി നിൽക്കുന്ന മക്കൾ അങ്ങയുടെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല വിവാഹബന്ധം, നല്ല കുടുംബജീവിതം അങ്ങ് നൽകി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായം കഴിഞ്ഞിട്ട് ഇതുവരെയും വിവാഹം നടക്കാതെ ആയിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമേ, ആ സഹോദരങ്ങളെ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്കും നല്ല കുടുംബജീവിതം അങ്ങ് നൽകണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ദൈവമേ, വിവാഹിതരാൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബജീവിതത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവരുടെ കുടുംബജീവിതത്തിൽ ദൈവമേ, ദൈവിക സാന്നിധ്യം നിറഞ്ഞു നിൽക്കണം. ദൈവിക സന്തോഷം കൊണ്ട് ഓരോ കുടുംബത്തെ നിറയ്ക്കണം എന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ പ്രാർത്ഥനയുടെയും ആരാധനയും 4118 ദിവസമാകുമ്പോൾ പ്രേംഗികളിൽ നാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു. നമ്മൾ കുടുംബമായി ചേർന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്.
കാര്യമാണ്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അകത്തുള്ള ഉറപ്പും വിശ്വാസവും, പ്രാർത്ഥിക്കുമ്പോൾ മറുപടി നമ്മുടെ യേശു കർത്താവ്. ഇത് നമ്മുടെ തിരുവല്ലയിൽ കുടുംബയോഗം വരുമ്പോഴത്തെ അവിടെ ഒരു മാതാവ് പറഞ്ഞു, അവരുടെ വയറിൻ്റെ ലെഫ്റ്റ് സൈഡ് വന്നു, ഭയങ്കര വേദനയാണ്, ആശുപത്രിയിൽ പോയി മരുന്ന് കഴിച്ചിട്ട് കുറവില്ല. പക്ഷേ നമ്മുടെ പ്രേയിങ് കേരളയിൽ വന്നു, പ്രാർത്ഥിച്ചു, നമ്മൾ പ്രാർത്ഥിച്ച എണ്ണയും വെള്ളം കൊടുത്തു, ആ എണ്ണ വീട്ടിൽ കൊണ്ടുപോയി തേച്ച് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം വയറ്റിൻ്റെ വേദന പൂർണ്ണമായി മാറി എന്ന് വന്ന് സാക്ഷ്യം പറയുണ്ടായി. തീർച്ചയായിട്ടും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വേഗത്തിൽ പ്രവർത്തിക്കുന്ന യേശു വിശ്വാസത്തോടും ഉറപ്പോടും കൂടിയാണ് ഓരോ കുടുംബവും ഈ പ്രാർത്ഥനയിലും ആരാധനയിലും പങ്കെടുക്കുന്നത്. കാരണം തങ്കച്ചയ 91 സങ്കീർത്തനം 14 വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയിക്കാൽ ഞാൻ അവനെ ഉയർത്തും. യേശുവിനോട് ചേർന്നിരിക്കുമ്പോൾ വിടുവിക്കുന്ന കർത്താവ്, യേശു എന്ന നാമത്തെ അറിയുമ്പോൾ തന്നെ ആമേൻ സ്തോത്രം നമ്മളെ ഉയർത്തുന്ന കർത്താവ്. പ്രത്യേകിച്ച് അനേക പ്രിയപ്പെട്ടവരെ നാണക്കേടിലും തല ഉയർത്തുവാൻ കഴിയാത്ത അവസ്ഥകളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോഴാകാം യേശുവിനോട് ചേർന്ന് നമ്മുടെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് അവരുടെ ജീവിതത്തിൽ ഉയർച്ചയും നന്മയും അനുഗ്രഹവും നൽകുന്ന അനേക സാക്ഷ്യങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടല്ലേ തങ്കച്ചായ പ്രേയിങ് കേരളയിൽ നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നത്, കർത്താവ് യേശുവേ എന്നിൽ വസിച്ച് എന്നെ അനുഗ്രഹിച്ച് എന്നെ മറ്റുള്ളവർക്ക് അങ്ങ് അനുഗ്രഹമാക്കണമേ. പാലക്കാട് നിന്ന് ഒരു സഹോദരി നമ്മളെ അറിയിച്ച ഒരു സാക്ഷ്യമുണ്ട്. നീണ്ട 17 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ജീവിതത്തിൽ ഒരിടത്തും ഒരു നന്മ കാണാനില്ല, ഒരു ഉയർച്ച കാണാനില്ല, എല്ലായിടത്തും തകർച്ചകൾ. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു, നമുക്കറിയാം, എല്ലാ മാസവും 2-ാമത്തെ ആഴ്ച വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥന ലോകരാജ്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. തങ്കച്ചായ പ്രത്യേകിച്ച് നമുക്കറിയാം ഒരു പുതിയ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുക. നവംബർ 6, 7, 8 തീയതികളിൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥന നടക്കുന്നു. അവിടെ നമ്മൾ വായിക്കുന്നൊരു വാക്കുണ്ട്, ആമീൻ സ്തോത്രം. തിരുവഴുത്തിൽ നമ്മൾ വായിക്കുന്ന നന്മയ്ക്ക് വേണ്ടിയുള്ള അടയാളങ്ങളെ കർത്താവേ നീ ചെയ്യണമേ. ആ ദൈവവചനത്തിൽ നിന്നുള്ള വാക്കുകൾ ആ കുടുംബം കേട്ടപ്പോൾ അവരത് ആവർത്തിച്ച് പറയാൻ തുടങ്ങി. സംഭവിച്ചത് 17 വർഷമായിട്ടുണ്ടായിരുന്ന ആ പ്രയാസങ്ങൾ, ആ പ്രതിസന്ധികളെല്ലാം ആ കുടുംബത്തിൽ നിന്ന് മാറി. കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടൊരു വീട് അവർക്ക് നൽകി, 2 പേർക്കും അനുഗ്രഹിക്കപ്പെട്ടൊരു ജോലി നൽകി. അനേക കുടുംബങ്ങൾ കർത്താവ് നൽകുന്ന ഉയർച്ചയും നന്മയും അനുഭവിക്കുന്നു. ആ സാക്ഷ്യങ്ങൾ നമുക്ക് നേരിട്ട് കേൾക്കാനും സാധിക്കുന്നു. ഇതുപോലെ തന്നെ നന്മയ്ക്കായിട്ടുള്ള അടയാളമാണ്. നമുക്ക് നേരത്തെ നമുക്ക് DC മുസ്ലിം നമ്മുടെ കോട്ടയത്തെ കുടുംബയോഗം നടക്കുമായിരുന്നു. അവിടെ ഒരു മാതാവ് എന്ന് പറഞ്ഞ് അവരുടെ മകൻ 27 വയസ്സാണ്. ആ മകന് മാനസികമായ പ്രയാസമാണ്. ഒരു വർഷത്തിൽ 3-4 പ്രാവശ്യം ഈ മാനസികമായ അസുഖത്തിന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും. പക്ഷേ അവർ നമ്മുടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു, ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു. ഈ വിഷയം എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ മാതാവ് അന്നവിടെ വന്നപ്പോൾ പറഞ്ഞ്, ഞാൻ ഏത് മാസം ഈ പ്രേയിങ് കേരള ഉപവാസ പ്രാർത്ഥനയിൽ ആരാധനയിൽ പങ്കെടുക്കാൻ തുടങ്ങിയോ അതിനുശേഷം എൻ്റെ മകനെ മാനസികമായ ആശുപത്രിയിൽ കൊണ്ടുകൊണ്ട് അസുഖം വന്നിട്ടില്ല, മാനസിക സൗഖ്യത്തോടെ ഇരിക്കുന്നുവെന്ന്. തങ്കച്ച മാനസികമായ വലിയ ഭയത്തിലൂടെ പോകുന്ന അനേകരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ട്. ചെറുപ്പത്തിൽ എന്തെങ്കിലും കണ്ട് ഭയന്നതാകാം, തുടർന്ന് അവർ മാനസിക രോഗികളായി സെല്ലുകളിൽ വരെ അടയ്ക്കപ്പെട്ട പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ യൗവനക്കാരെ ഒക്കെ സൗഖ്യമാക്കിയ സാക്ഷ്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, കോഴിക്കോട് നിന്നും ഒരു സഹോദരി അറിയിച്ചത്, അവരുടെ തൊട്ടടുത്ത ഭവനത്തിലെ ഒരു കുഞ്ഞ് 5-ാമത്തെ വയസ്സിൽ എന്തോ കണ്ട് ഒന്ന് ഭയപ്പെട്ടതാ. അത് പിന്നീട് അത് മാനസിക രോഗത്തിലേക്ക് എത്തിച്ച് നീണ്ട 47 വർഷമായിട്ട് ആ പ്രയാസത്തിലൂടെ കടന്നുപോയി. അവസാനം ആ വ്യക്തി മാനസികമായിട്ട് രോഗനിമിത്തം, മാനസികമായിട്ട് വലിയ പ്രയാസം നിമിത്തം വയലൻ്റ് ആകാൻ തുടങ്ങി, ആക്രമിക്കാൻ തുടങ്ങി മറ്റുള്ളവർ. അപ്പോൾ ചെയ്തത്, കുതിരവട്ടം ആ ഹോസ്പിറ്റലിനകത്ത് മാനസിക രോഗ ആശുപത്രിയിൽ ആ സെല്ലിൽ ആ കുഞ്ഞിനെ അടച്ചിട്ടിരിക്കുമ്പോൾ ആ അമ്മ, ആ കുട്ടിയുടെ അമ്മ പുറത്തുനിന്ന് വാവിട്ട് കരയുമ്പോഴാണ് ഇതുപോലെ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന യേശുവിനെ കുറിച്ച് നല്ലവരായ ആരോ അവരോട് പറഞ്ഞതും മാത്രമല്ല പ്രേയിങ് കേരള അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തതും. ആ മാനസിക രോഗ ആശുപത്രിയിൽ നിന്നുകൊണ്ട് ആ പ്രാർത്ഥനയിലും ആരാധനയിലും അവർ പങ്കെടുത്തു. തങ്കച്ചായ നമുക്കറിയാം, തിങ്കൾ തൊട്ട് ശനി വരെ എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 7 വരെ ഈ പ്രാർത്ഥന ലോകരാജ്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. അപ്പോൾ തന്നെ എല്ലാ മാസവും 2-ാമത്തെ ആഴ്ച വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥന ലോകരാജ്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. ഇതുപോലൊരു ഉപവാസ പ്രാർത്ഥനയുടെ സമയത്തായിരുന്നു അന്ന് തങ്കച്ചായ ആ കുടുംബം ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തത്. കർത്താവ് ചെയ്തത്, ആ മകളെ യേശു സൗഖ്യമാക്കി സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവന്നു. സന്തോഷത്തോടെ വീട്ടിൽ പോയി അവർ തിരികെ വന്ന് നേരിട്ട് നമ്മുടെ കുടുംബയോഗം നടക്കുന്ന സമയത്ത് അവർ നേരിട്ട് വന്ന സാക്ഷ്യം പറയുന്നത് കേൾക്കുവാനും നമുക്ക് സാധിച്ചു. നമ്മുടെ മുണ്ടക്കയത്ത് കുടുംബയോഗം നടക്കുമ്പോഴത്തേക്കിന് അവരൊരു മാതാവ് വന്ന് പ്രാർത്ഥനാ വിഷയം എഴുതിയത്, അവരുടെ കാലിൻ്റെ മുട്ടിന് 2-നും ഭയങ്കര വേദനയാണ്, മുട്ടുകൊണ്ട് നടക്കാൻ വളരെ പ്രയാസം, അതുപോലെ തന്നെ പാദത്തിൽ വെളുത്ത പാടുണ്ട്. ഈ 2 വിഷയത്തിന് പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. ആ വിഷയത്തിന് നമ്മൾ പ്രാർത്ഥിച്ചു. ഇത് 3 മാസം മുമ്പാണ് ഈ വിഷയമായിട്ട് അവരവിടെ വരുന്നത്. പക്ഷേ കഴിഞ്ഞ മാസം വന്നവൻ പറഞ്ഞത്, എൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ വേദനയായി എണ്ണ തേച്ച് പ്രാർത്ഥിച്ചവൾ മാറി, അതുപോലെ തന്നെ എൻ്റെ കാലിൻ്റെ വെള്ളപ്പാടുണ്ടായിരുന്നു പൂർണ്ണമായിട്ട് മാറി. അവരെന്ന് പറഞ്ഞു, എൻ്റെ യേശുവാണ് എന്നെ സൗഖ്യമാക്കിയതെന്ന്. തീർച്ചയായിട്ടും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഓരോ കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വാട്സാപ്പിലൂടെ ഒരു സഹോദരി അറിയിച്ചത്, സഹോദരന് ഹാർട്ട് ബ്ലോക്കായി കഠിനമായ ശ്വാസം മുട്ടൽ, വെന്റിലേറ്ററിൽ കിടക്കുന്ന സമയത്ത് ഡോക്ടേഴ്സ് പറഞ്ഞത് പ്രാർത്ഥിക്കുക മാത്രമേ ഇനി രക്ഷയുള്ളൂ, മറ്റൊന്നും ചെയ്യുവാൻ കഴിയില്ല, മെഡിക്കൽ സയൻസിന് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ കുടുംബവും ഇതുപോലെ
പ്രേങ്കലിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന യേശുവിനെ കുറിച്ച് അറിഞ്ഞത്, ചേർന്ന് പ്രാർത്ഥിച്ചു തങ്കച്ചായ ആ സഹോദരനെ കർത്താവ് സൗഖ്യമാക്കിയെങ്കിൽ ഇതുപോലെ ഹാർട്ട് അറ്റാക്ക് വന്ന പ്രിയപ്പെട്ടവർ, സ്ട്രോക്ക് വന്നവർ, വർഷങ്ങളായിട്ട് തളർന്നു കിടക്കുന്ന പ്രിയപ്പെട്ടവർ, അപ്പോൾ തന്നെ കാഴ്ചശക്തി ഇല്ലാത്തവർ, ചെവിക്ക് കേൾവിയില്ലാത്തവർ, പലരും മാരകമായ രോഗങ്ങൾ നിമിത്തം വിഷമിക്കുന്ന അനേകർ ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശു നൽകുന്ന സൗഖ്യവും വിടുതലും ഓരോ വ്യക്തിയും ഓരോ കുടുംബം അനുഭവിക്കേണ്ടതിന് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശു ഈ പ്രഭാതത്തിൽ പ്രിയങ്കല കുടുംബങ്ങൾ ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. അനേകർ കർത്താവെ പലമായ രോഗത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്, ഡോക്ടർമാർ ഉപേക്ഷിക്കപ്പെട്ട് ഭവനങ്ങളിൽ വന്നവരുണ്ട്. കർത്താവെ ക്യാൻസർ രോഗം, കർത്താവെ പല ഓപ്പറേഷനുകൾ കഴിഞ്ഞു, ഇപ്പോഴും കർത്താവെ സൗഖ്യമില്ലാതെ കീമോ ചെയ്യുന്നവരുണ്ട്, കിഡ്നിയുടെ പ്രയാസങ്ങൾ ഭാരപ്പെടുന്നവരെ ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്, ഹാർട്ടിന്റെ പ്രയാസമുണ്ട്, കർത്താവെ തലയ്ക്കകത്ത് പ്രയാസങ്ങൾ, അസ്ഥിസംബന്ധമായ രോഗങ്ങൾ, കർത്താവ് മുട്ടിന്റെ വേദനയുണ്ട്, നടുവിന്റെ വേദനയുണ്ട്, കർത്താവെ പെടലിയുടെ വേദനകൾ, കർത്താവെ അതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ വിട്ടുമാറാത്ത പനിയുണ്ട്, ചുമയുണ്ട്, ഏത് രോഗത്താൽ ഭാരപ്പെടുന്നു എൻ്റെ കർത്താവ് കാൽവരി കുശിത്തകച്ചെടുത്ത ദൈവിക സൗഖ്യം വിജയ കർത്താവെ ഓരോ വ്യക്തികളിലേക്ക് വന്നവരെ അനുഗ്രഹിച്ച് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് സൗഖ്യമാക്കുന്ന വൻകൃപയ്ക്കായി സ്തോത്രം, യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. Lord Jesus, we pray for healing, health, restoration for each of our brothers and sisters, oh Lord God. Lord, we're praying for people in hospitals right now, Lord, who are quite serious, who are quite critical, Lord, who are in ICU, Lord God. Lord, we just pray, Lord, your divine health, Lord, will come upon them, Lord, your healing touch, Lord Jesus. We pray for people on ventilators right now, Lord Jesus. People at homes, Lord, who has been bedridden, oh Lord God, who has been partially and fully paralyzed. Lord, we just pray for each one of them, Lord, for the young and the elderly, Lord Jesus. Almighty Father in heaven, we pray for people who are suffering with who's having cold and fever, Lord God, has got whooping cough, Lord Jesus. We pray that you shall heal each one of them, oh Lord God. Almighty Father in heaven, we pray for people for healing from all types of issues with cancers, Lord, different types, different sizes of cancers on different stages, Lord. Lord, we pray for young and elderly to be healed completely, Lord. For today's chemotherapy and radiation, Lord God, at the RCC hospitals, Lord God, Lord Jesus, we pray for your healing touch over their bodies. All this we ask your holy name. I pray, amen. പ്രിയപിതാവേ, വിവിധ രോഗത്താൽ ഭാരപ്പെടുന്ന ഓരോ വ്യക്തികളെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മൈഗ്രെയിനാൽ വിഷമിക്കുന്ന ജീവിതങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇയർ ബാലൻസിന്റെ വിഷമത്താൽ ഭാരപ്പെടുന്ന ജീവിതങ്ങളെ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ അടിപ്പിണരുകളാലുള്ള സൗഖ്യം ഇപ്പോഴവരിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നു. കർത്താവെ, അവർ ബലത്തോടെ ആരോഗ്യത്തോടെ ആയിരിക്കേണ്ടതിന് ഞങ്ങളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മൂക്കിൽ ദശ വളരുന്ന നിമിത്തം ശ്വാസം എടുക്കാൻ വിഷമിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, ഇപ്പോഴത് ഉരുകിപ്പോകട്ടെ. കർത്താവെ, ദൈവിക സ്വസ്ഥത സമാധാനം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പല്ലിന് വേദനയാൽ വിഷമിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, ചെവി വേദനയാൽ ഭാരപ്പെടുന്നവർ, മൂക്കിൽ കർത്താവെ, അതുപോലെ വായിൽ കർത്താവെ കുരുക്കൾ വന്നിട്ട് ആഹാരം ഇറക്കാൻ വിഷമിക്കുന്നവർ, തൈറോയ്ഡ് നിമിത്തം വിഷമിക്കുന്നവർ, ഗോയിറ്റർ നിമിത്തം വിഷമിക്കുന്നവർ, ടോൺസിലൈറ്റിസ് നിമിത്തം വിഷമിക്കുന്നവർ, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോഴവർ സൗഖ്യമാകട്ടെ. ദൈവിക ബലം അവരുടെ മേൽ ഞങ്ങൾ കൊണ്ടുവന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കരുതലും സംരക്ഷണം ഓരോ വ്യക്തികൾക്ക് ലഭിക്കട്ടെ. കർത്താവെ, വാദസംബന്ധമായ രോഗത്താൽ വിഷമിക്കുന്നവരെ, കൈകാലുകൾ കോച്ചി വലിക്കുന്ന വേദനയാൽ വിഷമിക്കുന്നവരെ, കർത്താവെ, അസ്ഥികൾ ബലഹീനമായിട്ട് കർത്താവെ നടക്കുവാൻ വിഷമിക്കുന്നവര്, കർത്താവെ, ഞരമ്പുകൾ വലിഞ്ഞു മുറുക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നവര്, ഇപ്പോൾ അവർ സൗഖ്യമാകട്ടെ. യേശു തൊട്ട് സുഖപ്പെടുത്തുന്ന അനുഭവിപ്പാനിടയാക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. What a powerful name it is, the name of Jesus Christ, my King. What a powerful name it is, nothing can stand against. What a powerful name it is, the name of Jesus. What a wonderful name it is, what a wonderful name it is, the name of Jesus Christ, my King. What a wonderful name it is, nothing compares to this. What a wonderful name it is, the name of Jesus. What a beautiful name it is, what a beautiful name it is, the name of Jesus Christ, my King. What a beautiful name it is, nothing compares to this. What a beautiful name it is, the name of Jesus. സന്നിജായ നമ്മളൊന്ന്
ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന യേശുവിനാണല്ലോ നമ്മൾ അനുഭവിക്കുന്നത്. രോഗത്താൽ വിഷമിക്കുന്നവരൊക്കെ അനേക വിവരങ്ങൾ പ്രൈം കേരളയിൽ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നു. പ്രൈം കേരള കുടുംബങ്ങൾ നമ്മൾ ഒന്നിച്ചു ചേർന്ന് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പ്രവർത്തിക്കുന്നു. ഇത് 6/3/2025 നമ്മുടെ തിരുവല്ലയിലെ കുടുംബയോഗം നടക്കുന്ന സമയത്ത് അവിടെ വന്ന ഒരു അമ്മയുടെ പേര് തുളസി എന്ന. അപ്പോൾ അമ്മയുടെ മകള് BSc നേഴ്സിംഗ് 3rd ഇയർ പഠിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഈ മകളുടെ കൂട്ടുകാരി ബ്ലഡ് ക്യാൻസറിനാൽ വിഷമിക്കുക. അപ്പം മകൾ പറഞ്ഞനുസരിച്ച് ഈ അമ്മ ആ മകളുടെ ക്യാൻസറിനാൽ വിഷമിക്കുന്ന മകളുടെ വിവരം അറിഞ്ഞപ്പോൾ ഈ അമ്മ ചെയ്ത കാര്യം ആ മകളുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആ വിഷയം പ്രൈം കേരളയിൽ അറിയിച്ചു. നമുക്കറിയാം പ്രൈം കേരളയിൽ നാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു, നമ്മൾ കുടുംബമായി ചേർന്ന് മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ അമ്മ മകളുടെ കൂട്ടുകാരുടെ വിഷയം പ്രൈം കേരളയിൽ അറിയിച്ചത് നമ്മൾ അത് എഴുതിയെടുത്ത് അവിടെ വെച്ച് പ്രാർത്ഥിച്ചു. മാത്രമല്ല ഈ ഓൾട്ടറിൽ വെച്ച് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു. ഈ അമ്മ നമ്മൾ പറഞ്ഞ മാർച്ച് മാസത്തിൽ കുടുംബയോഗത്തിൽ വന്നിട്ട് പറഞ്ഞ കാര്യം, യേശു ആ മകൾക്ക് സൗഖ്യം നൽകി കൊടുത്തു. ബ്ലഡ് ക്യാൻസർ എന്നും മകളുടെ കൂട്ടുകാരിക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. പ്രാർത്ഥിച്ച എല്ലാവരോടുമുള്ള നന്ദി അവർ അറിയിച്ചിരിക്കുന്നു. തിരുപ്പതിരെ കർത്താവ് വന്നത് നന്മ മാത്രം തരാൻ. അങ്ങനെ ഒരു പാട്ടില്ലേ, നന്മ മാത്രം തരുന്ന കർത്താവ്. ആ കർത്താവ് നമ്മൾ ആരോടെങ്കിലും പരിചയപ്പെടുവാണെങ്കിൽ ഇപ്പം ശ്രീമതനെ ഞാൻ പരിചയപ്പെടുക, ശ്രീമതനെ കൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിലായിരിക്കും, അല്ലെങ്കിൽ ശ്രീമതൻ എന്നെ പരിചയപ്പെടുന്ന അങ്ങനെ ആയിരിക്കും. പക്ഷെ കർത്താവ് വന്ന എന്തിനാ? മുഴുവൻ തരാൻ വേണ്ടിയല്ലേ, ജീവൻ പോലും തരാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഞാൻ വന്നിരിക്കുന്നത് ജീവൻ തരുവാനും അത് സമൃദ്ധിയായി തരുവാനാ. വേറെ ഉള്ളവർക്ക് വരുന്നത് എന്തിനാ? മോഷ്ടിക്ക് അർത്ഥം മുടിക്കാനാ പോകുന്നത്. പക്ഷെ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ നന്മ മാത്രം ഉദ്ദേശിച്ചാണ് വന്നിരിക്കുന്നത്, നിങ്ങളെ രക്ഷിക്കാനാണ് വന്നിരിക്കുന്നത്. ഓർത്ത് നോക്കിയേ, ഇപ്പം മകൾ പറഞ്ഞ സാക്ഷ്യം അതുപോലെ തന്നെ ഒരു സാക്ഷിയാണ്. 80 വയസ്സുള്ള അമ്മയാണേ. അമ്മയ്ക്ക് ഓക്സിജൻ ലെവൽ കുറഞ്ഞു. ആ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു ഇവിടെ പറ്റില്ല, നിങ്ങൾ പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിക്കോളാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മയുടെ ഓക്സിജൻ തീരാറായി, ഒന്നും ചെയ്യാനില്ല. അപ്പോൾ അവരങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രൈം കേരളയിൽ നിന്ന് വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ് പ്രൈം കേരളയിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. എപ്പോൾ പ്രാർത്ഥിച്ചോ അപ്പത്തൊട്ട് ഓക്സിജൻ ലെവൽ കൂടാൻ തുടങ്ങി. കറക്റ്റായി 80 വയസ്സുള്ള അമ്മയാ, 80 വയസ്സുള്ള 80 വയസ്സുള്ള അമ്മയ്ക്ക് കർത്താവായ യേശു ക്രിസ്തു പൂർണ്ണ സൗഖ്യം കൊടുത്തു. എത്ര നല്ല യേശു! നമ്മൾ എത്ര നല്ല പാടിയാലും എത്ര നല്ലവനായി എൻ്റെ യേശു. ആമേൻ. സന്നിച്ചായ ഈ യേശു ഇവർക്ക് വേണ്ടി പ്രവർത്തിച്ചത് ഇങ്ങനെയാണ്. ഇവര് പത്തനംതിട്ട ജില്ലക്കാരാണ്. പക്ഷെ ഇവർക്ക് എറണാകുളത്ത് ഒരു ഫ്ലാറ്റ് ഉണ്ട്. അപ്പോൾ ആ ഫ്ലാറ്റ് അവർ വാടകയ്ക്ക് കൊടുത്തിരിക്കുക. പക്ഷെ വാടകയ്ക്ക് കൊടുത്ത് പ്രിയപ്പെട്ടവർ വാടക അവിടെ താമസിക്കുന്നവരുണ്ടല്ലോ, അവർ മാറേണ്ട സമയം കഴിഞ്ഞിട്ട് മാറുന്നില്ല, വാടക കറക്റ്റായിട്ട് കൊടുക്കുന്നുമില്ല. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ ഈ ഫ്ലാറ്റ് അതിൻ്റെ ആവശ്യമുണ്ട് താനും. പക്ഷെ ഇവർ പോയി ആവശ്യപ്പെട്ടിട്ട് അവർ മാറിക്കൊടുക്കില്ല എന്ന് അവരുടെ വാക്ക് പറഞ്ഞാൽ അന്ന് അവർ കട്ടായം പിടിച്ചു നിൽക്കുക. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാതിരിക്കുമ്പോഴാണ് ഇവരോട് ആരോ പറഞ്ഞത്, പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന യേശുവുണ്ട്. ഏത് വിഷയത്തിന് വേണ്ടിയാണ് കർത്താവ് പ്രവർത്തിക്കാതിരിക്കുന്നത് അല്ലേ? ഇത് ആ ഫ്ലാറ്റിൽ നിന്ന് താമസിക്കുന്നവർ മാറിക്കൊടുക്കണം. മാറിക്കൊടുക്കാതെ വന്ന സമയത്ത് ആശ്രയിപ്പാൻ യേശുവുണ്ട്. ആ യേശുവിൽ ആശ്രയിച്ച പ്രൈം കേരള കുടുംബാംഗങ്ങളോട് കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ നമ്മെ അറിയിച്ചിരിക്കുന്ന പ്രൈം കേരളയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒരു തടസ്സവും കൂടാതെ അവർ ആ വീട്ടിൽ നിന്നും മാറി തന്നു. അവർക്ക് ആ ഫ്ലാറ്റിൽ ലഭിച്ചോ പ്രാർത്ഥിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ഇതുപോലെ തന്നെ ഇവരുടെ മോടെ വീടിൻ്റെ പണി നടക്കും. പക്ഷേ പണി പല കാരണങ്ങളാൽ അത് മുടങ്ങിപ്പോയി. വീണ്ടും അവർക്ക് അത് പണിയാൻ പറ്റുന്നില്ല, അത് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. പക്ഷേ അപ്പോഴും ഇവർ ചെയ്ത കാര്യം പ്രൈം കേരളയിൽ ആ പ്രാർത്ഥനാ വിഷയം അറിയിച്ച് യേശുവിൻ്റെ സന്നിധിയിൽ ചേർന്ന് പ്രാർത്ഥിച്ചു. ആ വീടിൻ്റെ പണിയുടെ തടസ്സങ്ങളെല്ലാം മാറി വീണ്ടും പണിത് പൂർത്തീകരിച്ച് അതിൽ കയറി താമസിപ്പാനും ദൈവം മക്കളെ സഹായിച്ചു എന്നറിയിച്ചിരിക്കുന്നു. ഇതുപോലെ തന്നെ ഒരു സംഭവം ഉണ്ടായത്. ഒരാൾ ഇവിടെ എറണാകുളത്തുള്ള ഒരാളാണെന്ന് തോന്നുന്നു, എനിക്ക് ശരിക്കും ഓർക്കുന്നില്ല. ബാംഗ്ലൂരിൽ ഒരു സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തു. അഡ്വാൻസ് കൊടുത്തിട്ട് ഇവർക്ക് മുഴുവൻ കൊടുക്കാൻ പറ്റിയില്ല. തിരികെ ചോദിച്ചപ്പോൾ അവർ വലിയ ഗുണ്ടകളെ ഉണ്ടാക്കുക. അവർ തിരികെ കൊടുക്കത്തില്ല, തെയ്യം തരാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ മുഴുവൻ പൈസ തന്നില്ലെങ്കിൽ ഈ തന്ന പൈസ മുഴുവൻ പോകുമെന്ന് പറഞ്ഞു. ഇദ്ദേഹം ഒന്നും പാവമൊന്നും ചെയ്തില്ല. പുള്ളി അദ്ദേഹം തന്നെ എടുത്തു, ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രൈം കേരള ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 2-3 മാസം കഴിഞ്ഞപ്പം അവർ വിളിച്ച് ആ പൈസ തിരികെ കൊടുത്തു. ഹല്ലേലൂയ. ഹൃദയത്തെ മാറ്റാൻ കഴിവുള്ള കർത്താവ്. ഹല്ലേലൂയ. എനിക്ക് തോന്നുന്നു നമ്മളത് കണ്ണൂർ വെച്ചാന്ന് തോന്നുന്നു സാക്ഷ്യം കേട്ടത്. ആ വടക്ക് എവിടെയോ സ്ഥലമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം, മക്കളൊക്കെ അവിടെയാണ്. അപ്പം പൈസ അവർ ചേട്ടനും അനിയനും ഒക്കെ അതായത് അവരുടെ സമ്പാദ്യം മുഴുവൻ ഇട്ടിട്ട് അവർ ആദ്യത്തെ അഡ്വാൻസ് കൊടുത്തു. നല്ലൊരു തുകയുണ്ട്, അത് കൊടുത്തു തന്നെ. പക്ഷേ പിന്നീട് ചെല്ലുമ്പോഴറിയുന്നത് അത് വലിയൊരു ചതിവായിരുന്നു. അപ്പോൾ തിരിച്ചു പൈസ ചോദിക്കാൻ ചെന്നിട്ട് അവർ ഒരു രീതിയിലും കൊടുക്കത്തില്ല. ലാസ്റ്റ് പറഞ്ഞ് ഇനിയും ഇതിൻ്റെ പേരിൽ ഇവിടെ വന്നാൽ ഇനി
ഒറ്റ എണ്ണം ഭൂമി കാണത്തില്ല, കൊന്നുകളയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ വിട്ടെ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പിന്നീട് പോയി ഇതിൻ്റെ പുറകെ പോകാനിപ്പോൾ പേടിയും ഒക്കെ ആയിരിക്കുമ്പോഴാണ് ഈ വിഷയം പ്രേയിങ് കേരളയിൽ അറിയിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നത്. എനിക്കൊന്ന് ആ പിതാവ് പറഞ്ഞ എനിക്കൊന്ന് ആ ഡയറിയിലും ആ പ്രാർത്ഥനാ വിഷയം എഴുതി വെച്ച് പ്രാർത്ഥിച്ചെന്ന് തോന്നുന്നു. ചേർന്ന് പ്രാർത്ഥിച്ചു. ആ കൊന്നു കളയുമെന്ന് പറഞ്ഞ പ്രിയപ്പെട്ട ഇവരെ വിളിച്ചിട്ട് പറയാം, ഇന്ന ഡേറ്റ് ഞങ്ങൾ പൈസ മുഴുവൻ തന്നോളാം. 1 രൂപ പോലും കുറയാതെ അവർ കൊടുത്ത പൈസ മുഴുവൻ അത് തിരിച്ചു കൊടുത്തു. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ല. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഞാൻ അവനെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരവുള്ളൂ. എന്റെ കഷ്ടകാലത്ത് ഞാൻ അവന്റെ കൂടെ ഇരിക്കുമെന്ന്. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. ഞാൻ അവനെ മഹത്വപ്പെടുത്തുന്നു അല്ലേ. ഹല്ലേലൂയ. എന്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കണം. ഇതുപോലെ വെല്ലുവിളികളെയും പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും ഒക്കെ ആയിരിക്കും പോകുന്നത്. ഓരോ കുടുംബത്തിനു വേണ്ടിയും പ്രവർത്തിക്കാൻ യേശുവുണ്ട്. സന്നിച്ചായ നമുക്ക് ഈ വ്യാഴാഴ്ച ഈ 30-ാം തീയതി നമ്മുടെ കുടുംബയോഗം തിരുവല്ലയിൽ വെച്ചുണ്ട്. തിരുവല്ല KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ബിലീവേഴ്സ് യൂത്ത് സെന്ററിൽ വെച്ച് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് കുടുംബയോഗം നടക്കുന്നത്. വൈകുന്നേരം 4 മണിക്ക് നമ്മൾ ആ കുടുംബയോഗം തീർത്തിട്ട് വൈകുന്നേരം 5 മണി മുതൽ 6 വരെ യൗവനക്കാർക്ക് വേണ്ടി പ്രത്യേകം ഒരു പ്രാർത്ഥനയും ആരാധനയും അവിടെ വെച്ചുണ്ടായിരിക്കും. രാവിലെ 9:30 തൊട്ട് 4 മണി വരെ കുടുംബയോഗവും 5 മണി മുതൽ 6 വരെ യൗവനക്കാർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും ബിലീവേഴ്സ് യൂത്ത് സെന്ററിൽ വെച്ച് ഈ 30-ാം തീയതി നാളെ കഴിഞ്ഞ് അതുണ്ടായിരിക്കും. എല്ലാ കുടുംബാംഗങ്ങളെ അതിലേക്ക് ക്ഷണിക്കുന്നു. മാത്രമല്ല ഈ ശനിയാഴ്ച നമ്മൾ പുതിയൊരു മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. പുതിയ മാസം നവംബർ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നവംബർ 1-ാം തീയതി നമുക്ക് ട്രിവാൻഡ്രത്ത് നമ്മുടെ കുടുംബയോഗമുണ്ട്. ഈ മാസം നമുക്ക് നെയ്യാറ്റിൻകരയിൽ കുടുംബയോഗമില്ല. ട്രിവാൻഡ്രത്ത് സത്യൻ മെമ്മോറിയൽ ഹാളിൽ, മ്യൂസിയത്തിന് എതിർവശത്തുള്ള സത്യൻ മെമ്മോറിയൽ ഹാളിൽ വെച്ച് രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ കുടുംബയോഗം ഉണ്ടായിരിക്കും. അടുത്ത ചൊവ്വാഴ്ച നമുക്ക് റാന്നിയിലും പത്തനംതിട്ടയിലും കുടുംബയോഗമുണ്ട്. അടുത്ത ബുധനാഴ്ച നമുക്ക് തൊടുപുഴയിലും എറണാകുളത്തും നമ്മുടെ കുടുംബയോഗമുണ്ട്. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കണം. അടുത്ത ആഴ്ച നമ്മുടെ ഉപവാസ പ്രാർത്ഥനയും വരിക. കർത്താവേ, നന്മയ്ക്കായിട്ടുള്ള അടയാളം അങ്ങ് ഞങ്ങൾക്ക് നൽകി തരണം. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ സന്നിധാനം. അപ്പോൾ തന്നെ നമുക്കറിയാം ഹാർവസ്റ്റ് നമ്മൾ പ്രേയിങ് കേരള ഹാർവസ്റ്റ് TV-യിലൂടെയും യൂട്യൂബിലൂടെയും ലോകരാജ്യങ്ങളിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഹാർവസ്റ്റ് TV-യിൽ നമ്മൾ 2013 ഫെബ്രുവരി 1-ാം തീയതി മുതൽ തത്സമയമായി പ്രാർത്ഥന ലോകരാജ്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കോവിഡ് വന്ന സമയത്ത് രാവിലെ മാത്രമല്ല വൈകിട്ടും നമുക്ക് തത്സമയമായിട്ട് പ്രാർത്ഥന ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് എക്സ്ട്രാ അധികം നമ്മൾ എന്താ പറയുക കൂടുതൽ നേരം പ്രാർത്ഥിക്കേണ്ടി വൈകിട്ടത്തെ പ്രാർത്ഥന സമയം കൂടി എടുത്തു. അപ്പം അതിൽ നമ്മൾ നല്ലൊരു തുക ഹാർവസ്റ്റ് TV-ക്ക് നൽകേണ്ടതായിട്ടുണ്ട്. അപ്പം അത് നമ്മളിങ്ങനെ കടന്ന് ഇപ്പോൾ ഒരു 53 ലക്ഷം രൂപ ഹാർവസ്റ്റ് TV-ക്ക് നമ്മൾ നൽകേണ്ടതായിട്ട് നിൽക്കുക. അപ്പോൾ തന്നെ ഹാർവസ്റ്റ് TV-ക്കാർ നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുക അത്യാവശ്യമായി അവർക്ക് 10 ലക്ഷം രൂപയെങ്കിലും ഈ 1-2 ദിവസങ്ങൾക്കുള്ളിൽ കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ആ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തു പോകുവാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് എല്ലാ കുടുംബാംഗങ്ങളോട് ഇത് ഒരു പ്രാർത്ഥനാ വിഷയമായി അറിയിക്കുമ്പോൾ തന്നെ നമ്മളാൽ കഴിയുന്നത് പോലെ ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാൻ നമുക്ക് സഹായിക്കാൻ ഈ പ്രാർത്ഥനയുടെ സാമ്പത്തിക ആവശ്യങ്ങളിൽ കൂടെ നിൽക്കുവാൻ ആവശ്യപ്പെടുന്നു. പ്രേയിങ് കേരളയിൽ സാമ്പത്തികമായി പണം അയക്കുവാനുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇപ്പോൾ ആ സ്ക്രീനിൽ നമ്മൾ നൽകി കൊടുത്തിട്ടുണ്ട്. കുടുംബാംഗങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ വാട്സപ്പിൽ അത് ആവശ്യമെങ്കിൽ ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് പ്രേയിങ് കേരളയുടെ 100-ലോ 200-ലോ അവസാനിക്കുന്ന നമ്പറിലോ അല്ലെങ്കിൽ 5000-ൽ അവസാനിക്കുന്ന വാട്സപ്പ് നമ്പറിലോ മെസ്സേജ് അയച്ചാൽ ഞങ്ങളത് നൽകി തരാം. നമുക്കൊന്നിച്ച് നിൽക്കാം. ഈ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ തലമുറയിൽ തന്നെ അവസാന വ്യക്തിയെ കണ്ണുനീരിനെ യേശു തുടയ്ക്കട്ടെ. ആത്മഹത്യ ഇല്ലാത്തൊരു കേരളം, ആത്മഹത്യ ഇല്ലാത്തൊരു ഇന്ത്യ ഉളവാകേണ്ടതിനായി ഒന്നിച്ച് പ്രാർത്ഥിക്കാം സന്നിജായ. അപ്പോൾ തന്നെ പ്രേയിങ് കേരളയിൽ നമുക്കറിയാം 1-ാമത്തെ ദിവസം മുതൽ കുടുംബാംഗങ്ങൾ അറിയിച്ച അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ മറുപടികൾ എല്ലാം ഈ ഓൾട്ടറിലുണ്ട്. 80 ലക്ഷത്തോളം വ്യക്തികളുടെ കുടുംബങ്ങളുടെ വിവരങ്ങൾ ഈ ഓൾട്ടറിലുള്ളപ്പോൾ സകല കുടുംബങ്ങളെ അനുഗ്രഹിച്ച് നാം ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രാർത്ഥനാ വിഷയം, ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാ വിഷയം എല്ലാം കർത്താവെ അങ്ങയുടെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ആത്മഹത്യ ചിന്തയുള്ളവരുണ്ട്, നിരാശാബോധമുള്ളവരുണ്ട്, അവർക്ക് വേണ്ടി എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജീവനെ ആ മക്കളുടെ മേൽ ഇപ്പോൾ കൊണ്ടുവരിക, അവർ സൗഖ്യം പ്രാപിക്കട്ടെ, ആ നിരാശബോധം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സകല ക്യാൻസർ പേഷ്യൻസിനെയും യേശുവെ അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാക്കുന്നു. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരുന്ന ക്യാൻസർ രോഗത്തിനായി പ്രാർത്ഥിക്കുന്നു. അവരെ കുഞ്ഞുങ്ങളെ കർത്താവ് RCCയിലൊക്കെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവരെ ഇപ്പോൾ തന്നെ സൗഖ്യമാക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ആ മക്കളെ കുഞ്ഞുങ്ങളെ തൊടുന്നതിനായി സ്തോത്രം. തൊണ്ടയ്ക്ക് പ്രയാസമുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭക്ഷണമൊന്നും ഇറക്കാൻ വരാത്തവർക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവരെ ഇപ്പോൾ ഞങ്ങൾ സൗഖ്യമാകുന്നു. ലങ് ക്യാൻസർ ഉള്ളവരെ കർത്താവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകുന്നു. ലങ്സിൽ വെള്ളം കെട്ടുന്നവരെ കർത്താവിന്റെ നാമത്തിൽ സൗഖ്യമാകുന്നു. ലിവർ പ്രോബ്ലം ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവേ, വസ്തു സംബന്ധമായ പ്രശ്നങ്ങൾ നേരിടുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ
പ്രാർത്ഥിക്കുന്നു. വീടില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. വീടിൻ്റെ പണി തുടങ്ങി അത് പൂർത്തീകരിക്കാൻ കഴിയാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ വസ്തുവിന് അഡ്വാൻസ് കൊടുത്ത് കർത്താവ് വീടിനൊക്കെ അഡ്വാൻസ് കൊടുത്ത് പ്രിയപ്പെട്ടിട്ടുണ്ട്. ദൈവമേ ബാക്കി തുക കണ്ടെത്തുവാൻ അവരെ സഹായിക്കണം. അതിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം വേഗം ഭംഗിയായി നടക്കുവാൻ കർത്താവ് സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ദൈവമേ പലയിടത്തും പണമൊക്കെ നിക്ഷേപിച്ചിട്ട് ദൈവമേ അത് തിരിച്ചു കിട്ടാതെ അത് ചതിവിൽപ്പെട്ട് ദൈവമേ കേസും കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ മറ്റുള്ളവരെ സഹായിപ്പാൻ കർത്താവ് സ്വർണ്ണം കടം കൊടുത്തവരുണ്ട്, ആധാരം പണയം വെക്കാൻ കൊടുത്തവരുണ്ട്. ദൈവമേ അതുപോലുള്ള കർത്താവ് പല ഡോക്യുമെൻസുകൾ കൊടുത്തവരുണ്ട്. ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുമൂലം ദൈവമേ പലവിധമായ പ്രയാസങ്ങളുടെ വിഷമങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തർക്ക് വേണ്ടിയും ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് തിരികെ ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ദൈവമേ ആ വാടകക്കാർ ഒഴിഞ്ഞു പോകാത്ത മൂലം വിഷമിക്കുന്ന പ്രിയപ്പെട്ടിട്ടുണ്ട്. യേശുവിൻ നാമത്തിൽ കർത്താവ് അവരവിടുന്ന് മാറട്ടെ കർത്താവ്. അപ്പോൾ തന്നെ ദൈവമേ വീടും കർത്താവ് ഫ്ലാറ്റും കടമുറികളൊക്കെ വാടകയ്ക്ക് കൊടുക്കാനിട്ടിരിക്കുന്നവരുണ്ട്. അവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ അവരുടെ വിഷയത്തിലും അങ്ങ് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ കേസുകൾ മാറട്ടെ, തർക്കങ്ങൾ മാറട്ടെ, വഴക്കുകൾ മാറട്ടെ. ഓരോരുത്തരും ദൈവിക അനുഗ്രഹം അനുഭവിക്കട്ടെ. ദൈവിക സന്തോഷവും സമാധാനവും എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. Lord Jesus, we pray for finance, Lord God. We pray for financial breakthroughs in every home today, oh Lord God. We pray and we bless the food and water of our homes, Lord God. We pray for salaries, Lord, to receive on time, oh Lord God. We pray for salary promotions, oh Lord God, Jesus. Lord, positions to be changed today, oh Lord God. Lord, we pray for new jobs to come forth. We pray and we bless each business on this day, oh Lord, opening till the closing, oh Lord God. Lord Jesus, we just pray for our sons and daughters, Lord, who plan to go abroad today, Lord. We pray for the flight safety, Lord Jesus. Lord, we pray as they reach the new destinations, Lord God. I pray for the new colleges abroad, oh Lord God. Bless them, Lord. Protect them, oh Lord God. We pray for part-time, full-time jobs in Europe, in Canada, in Australia, Lord Jesus. We bless our sons and daughters, Lord, in every frontiers, oh Lord. All this we ask your holy name. Pray, amen. അവന്റെ പേരാണ് യേശു. അവൻ ആരിലും വലിയവൻ. യേശു, യെസ്, യേശു, ഹല്ലേലൂയ. യേശു ആരിലും വലിയവൻ. യേശു, യേശു, ഹല്ലേലൂയ. യേശു ആരിലും മതിയായവൻ. യേശു, യേശു, യെസ്, യേശു, യേശു ആരിലും വലിയവൻ. യേശു, യേശു, യേശു ആരിലും മതിയായവൻ. യേശു, 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 യേശു ആരിലും വലിയവൻ. യേശു, യേശു, യേശു ആരിലും മതിയായവൻ. ഓ യേശു ആരിലും, യേശു ആരിലും മതിയായവൻ. യേശു ആരിലും മതിയായവൻ. 4118 ദിവസത്തിലും നമ്മൾ അതുതന്നെ പറയുന്നത്, യേശുവേ അങ്ങ് ആരിലും വലിയവൻ, അങ്ങ് ആരിലും മതിയായവൻ. അനേക പ്രിയപ്പെട്ടവർ ഈ പ്രഭാതത്തിലും ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. യേശുവിനെ അവർക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നു. നോക്കുക, ഇത് അടൂരിൽ നിന്നും ഒരു സഹോദരി അറിയിച്ചത്, ഹസ്ബൻഡിന് ശരീരം മുഴുവനും നീര്, കിഡ്നിക്ക് പ്രോബ്ലം, ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞ് 19 ദിവസം അമൃത ഹോസ്പിറ്റൽ കിടക്കുന്ന സമയത്തായിരുന്നു ഇതുപോലെ പ്രാർത്ഥനയിൽ ഈ കുടുംബം പങ്കെടുത്തത്. ആ പ്രാർത്ഥനാ വിഷയം അറിയിച്ചു. കർത്താവ് ആ സഹോദരനെ സൗഖ്യമാക്കിയെന്ന് അറിയിച്ചിരിക്കുന്നു. അമ്മയ്ക്ക് തൊണ്ടയിൽ 2 വലിയ മുഴകൾ, ഹോസ്പിറ്റലിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ ക്യാൻസർ എന്ന റിപ്പോർട്ട്. വളരെ വിഷമത്തോടെ പ്രേയിങ് കേരളയിൽ ആ പ്രാർത്ഥനാ വിഷയം അറിയിച്ചു. ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു. അടുത്ത ടെസ്റ്റിൽ റിപ്പോർട്ടുകളെല്ലാം നോർമലായി. ഡോക്ടേഴ്സിന് അത്ഭുതമെന്ന് നമ്മളെ അറിയിച്ചിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്. The Gospel of John chapter 14 verse 1. Let not your heart be troubled. You believe in God, believe also in me. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ. ദൈവത്തിൽ വിശ്വസിപ്പീൻ. എന്നിലും വിശ്വസിപ്പീൻ. എന്നിലും ആമേൻ. വിശ്വസിപ്പീൻ. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ഈ ട്രബിൾഡ് എന്ന വാക്ക്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അതെ.
അപ്പോൾ കലക്കത്തിൻ്റെ ഒരു ഹൃദയം എന്ന് പറയുന്നത് ഒട്ടും സമാധാനമില്ലാത്ത, സ്വസ്ഥതയില്ലാത്ത ഒരു ഹൃദയത്തെയാണ് നമ്മൾ കലങ്ങിപ്പോകുന്ന ഒരു ഹൃദയമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലേ? അല്പം പോലും സ്വസ്ഥതയില്ല, അല്പം പോലും സമാധാനമില്ല, അല്പം പോലും ശാന്തതയില്ലാത്ത ഒരു ഹൃദയത്തെയാണ് നമ്മൾ കലങ്ങി പോകുന്ന ഒരു ഹൃദയമായിട്ട് നമ്മൾ ചിത്രീകരിക്കുന്നത്. അപ്പോൾ ഇവിടെ കർത്താവ് പറയാൻ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിലും വിശ്വസിപ്പീൻ, എൻ്റെ ദൈവത്തിലും വിശ്വസിപ്പീൻ. അതിന്റെ അർത്ഥം എന്താ? കർത്താവിൽ നമുക്ക് അടിയുറച്ചൊരു വിശ്വാസമുണ്ടെങ്കിൽ, കർത്താവിൽ നമുക്ക് ഒരു വിശ്വാസം എന്ന് ഉദ്ദേശിക്കുന്നത് യേശു കർത്താവുമായിട്ട് വ്യക്തിപരമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ, അതാണ് വിശ്വാസം എന്ന വാക്കിന്റെ അർത്ഥം. ബിലീവ്, വിശ്വസിക്കുക എന്ന് പറഞ്ഞത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീ രക്ഷ പ്രാപിക്കും, അല്ലെ? അപ്പൊ ആ വിശ്വാസം എന്ന ആ വാക്ക് ഉദ്ദേശിക്കുന്നത് യേശു കർത്താവുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധം, യേശു കർത്താവുമായിട്ടൊരു വ്യക്തിപരമായ ഒരു അടുപ്പം. ഞാൻ യേശുവിലും യേശു എന്നിലായി തീരുന്ന ആ ഒരു അനുഭവത്തെയാണ് നമ്മൾ കർത്താവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നു, അങ്ങനെ യേശു കർത്താവുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആയിട്ടിരിക്കുമ്പോൾ, യേശു കർത്താവ് വ്യക്തിപരമായിട്ട് യേശു കർത്താവുമായിട്ട് നമുക്കൊരു ആഴമേറിയ ബന്ധമുണ്ടെങ്കിൽ, യേശു കർത്താവ് എന്നിലും ഞാൻ യേശു കർത്താവിലായി തീരുമ്പോൾ, നമുക്ക് ഉറപ്പായിട്ടും കർത്താവ് പറയാണ്, നിങ്ങളുടെ ഹൃദയം ഒരു നാളും കലങ്ങി പോകത്തില്ല. ഇതൊരു കൽപ്പനയാ ദീപു. അതെ, തീർച്ചയായിട്ടും സുനു സിസ്റ്ററെ, നമുക്കറിയാം പ്രിയങ്കലിൽ പങ്കെടുക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർ, ഓരോ കുടുംബവും പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. അവരുടെ ജീവിതത്തിൽ അനാഥത്വമില്ല. പലപ്പോഴും അവരുടെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിലാകട്ടെ, സാമ്പത്തിക വിഷയമാകട്ടെ, പെട്ടെന്ന് വരുന്ന രോഗങ്ങൾ നിമിത്തം മനസ്സ് കലങ്ങിപ്പോകുന്ന അവസ്ഥകളിലൂടെ ഒക്കെ അവർ കടന്നു പോകുന്നു. പക്ഷേ യേശുവിനെ അവർ വിശ്വസിച്ച് കഴിയുമ്പോൾ, കർത്താവിൽ ആശ്രയിച്ച് കഴിയുമ്പോൾ, ചിലപ്പോൾ രോഗങ്ങൾ മാറിക്കാണത്തില്ലായിരിക്കും, പക്ഷേ യേശു നൽകുന്ന വലിയ സമാധാനം അവർക്ക് അനുഭവിക്കാനും ഏത് പ്രതിസന്ധിയെയും മറികടക്കുവാനും ഉള്ള ദൈവിക കരുത്തും കൃപയും കർത്താവ് അവർക്ക് നൽകുന്നു. യേശുവിനെ അവർക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നു. കാരണം യേശുവിന് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ രക്ഷകൻ എന്നാണല്ലോ. ആ രക്ഷിക്കുന്ന കർത്താവിനെ ഓരോ ദിവസവും പ്രിയങ്കലിലൂടെ അവർക്ക് അനുഭവിക്കാൻ സാധിക്കും. The Bible is not a book of suggestions, it is a book of commandments. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് അത് എന്താ പറയുന്നത്? അതൊരു നിർദ്ദേശം മാത്രമല്ല, അത് കൽപ്പനയാണ്. ദൈവത്തിന്റെ വചനം കൽപ്പനയാണ്, അതെ, ഒരു നിർദ്ദേശം മാത്രമല്ല. അതെ, ഇറ്റ്സ് നോട്ട് എ ബുക്ക് ഓഫ് സജഷൻ, ഇറ്റ്സ് എ ബുക്ക് ഓഫ് കമാൻഡ്മെന്റ്സ്. അപ്പോൾ ഇവിടെ അതൊരു കമാൻഡ്മെന്റ് ആണ്. ലെറ്റ് നോട്ട് യുവർ ഹാർട്ട്സ് ബി ട്രബിൾഡ്. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ആമേൻ. അത് കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുത്തിരിക്കുന്ന ഒരു കൽപ്പന. കാരണം കലങ്ങി പോകാനുള്ള സകല സാഹചര്യങ്ങളും ഇങ്ങനെ ഇണങ്ങി നിൽക്കുകയാണ്. കാരണം ഇത് ക്രൂശി മരണത്തിന്റെ തലരാത്രി പറഞ്ഞ കാര്യമാണ്. It was on the eve of crucifixion that Jesus told his disciples that let not your hearts be troubled. അപ്പം കർത്താവിന് നന്നായിട്ട് അറിയാം, നാളെ യേശു കർത്താവ് ഇവരെ വിട്ടിട്ട് പോവുക എന്ന് ഉദ്ദേശിക്കുന്നത് യേശു കർത്താവ് ക്രൂശിലേറാൻ പോവുകയാണ്. ആ കർത്താവിനെ ക്രൂശിക്കുന്ന ദിവസം ഇവർക്ക് അറിയത്തില്ല ഇനി മുന്നോട്ട് എന്തായി തീരുമെന്ന്. എല്ലാം വിട്ട് യേശു കർത്താവിനെ അനുഗമിച്ചു, സകലതും വിട്ട് യേശു കർത്താവിനെ അനുഗമിച്ചു. ഇപ്പൊ ഇതാ യേശു ഇവരെ വിട്ടിട്ട് പോവുകയാണ്, അല്ലെ? അപ്പോൾ യേശു പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. കാരണം ഇവരുടെ ലോകം തകരുകയാണ്, അല്ലെ? സകലതും തകർന്നു പോകുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ കർത്താവ് നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. തീർച്ചയായിട്ടും സിസ്റ്റർ, ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏതൊക്കെയോ കുടുംബം വലിയ പ്രയാസത്തിലൂടെയും ദുഃഖത്തിലൂടെയും ഒക്കെ കടന്നു പോകും. ചിലപ്പം ഇന്ന് രാവിലെ പോലും കുടുംബജീവിതത്തിലുണ്ടായ പ്രശ്ന നിമിത്തം ആത്മഹത്യാ ചിന്തകളിലൂടെ ഒക്കെ പോകുന്നവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ വീട് വസ്തുവൊക്കെ ജപ്തി ചെയ്തു പോകും, മക്കളുടെ ഭാവി എന്താകും, കിടക്കാനുള്ള ഒരു പാർപ്പിടം പോലും അവർക്ക് നഷ്ടപ്പെട്ടു പോകാം. ജീവിതത്തിൽ വലിയ ആശങ്കയിലൂടെയും ഹൃദയം കലങ്ങി മറിയുന്ന അനുഭവങ്ങളിലൂടെ ഒക്കെ പോകുന്ന കുടുംബങ്ങളോടാകാം ഇന്ന് പകൽ ദൈവ തിരുവെഴുത്തിലൂടെ ദൈവം സംസാരിക്കുന്നത്. ആ യേശുവിൽ വിശ്വസിക്കുക എന്നത് സുനു സിസ്റ്റർ പറഞ്ഞതുപോലെ അതൊരു കൽപ്പനയാണ്. കർത്താവിൽ ആശ്രയിക്കുക, ഭയപ്പെടാതെ യേശുവിൽ ആശ്രയിക്കുക. കർത്താവ് ഇന്നും അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. മർക്കോസിന്റെ സുവിശേഷം 4:37-38 നമുക്കിങ്ങനെ കാണാൻ കഴിയും. And a great windstorm arose and the waves beat into the boat so that it was already filling. But he was in the stern. 38ാമത്തെ വാക്യം, but he was in the stern asleep on a pillow. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി, പടകിൽ തിര തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി.
യേശു അമരത്ത് തലയിണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ യേശുവിനെ ഉണർത്തി, ഗുരു. അപ്പൊ അവിടെ നോക്കിയേ, യേശു കർത്താവും ശിഷ്യന്മാരും ഒരുമിച്ച് പടകിൽ യാത്ര ചെയ്ത് അക്കരയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യമുണ്ട്. അവിടെ പെട്ടെന്നൊരു കൊടുങ്കാറ്റുണ്ടായി. വെള്ളം പടകിൻ്റെ അകത്ത് ഇരച്ച് കയറി. ആ പടകിൻ്റെ അകത്തേക്ക് വെള്ളം ഇത്രത്തോളം ഇരിച്ചു കയറി ഇവര് വിചാരിച്ചു ഇവരെല്ലാരും നശിച്ചു പോകുമെന്ന്. പക്ഷെ നോക്കിക്കേ, യേശു കർത്താവിന്റെ പൊസിഷൻ എന്തുവായിരുന്നു? എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട്. ഒരു തലവേണ വെച്ച് യേശു അമരത്ത് തലയിണ വെച്ച് ഉറങ്ങുകയായിരുന്നു. യേശു അമരത്ത് തലവണ വെച്ച് ഉറങ്ങുകയായിരുന്നു. തലവണ എന്നൊരു വാക്കാണ് എനിക്ക് എന്നെ ഒന്ന് തൊട്ടത്. ഹി വാസ് അസ്ലീപ് ഓൺ എ പില്ലോ. അല്ലെ, യേശു കർത്താവിന് നന്നായിട്ട് അറിയാമായിരുന്നു പോകുന്ന വഴിക്ക് ശക്തമേറിയ ഒരു കൊടുങ്കാറ്റുണ്ടാകും, പടക് കടന്ന് ഇളകി മറിയും, ശിഷ്യന്മാരുടെ ഹൃദയം കലങ്ങി പോകും. ഇതെല്ലാം അറിയാമായിരുന്ന യേശു കർത്താവ് ഒരു തലവണ കൂടെ കരുതി എന്നുള്ളതാണ്. എന്നെ അത് വളരെ സ്പർശിച്ചൊരു കാര്യം. ഒരു തലവണ കൂടെ കരുതി, അല്ലെ? എനിക്ക് തോന്നുന്നു കർത്താവ് അത് മുൻകൂട്ടി കരുതിയതാ. ഒരു തലവണയും കൂടെ എടുത്തു യേശു കർത്താവ്. എന്തിനാ? സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ, ഒന്ന് സ്വസ്ഥമായിട്ടൊന്ന് വിശ്രമിക്കാൻ. കർത്താവ് ഇങ്ങനെ നോക്കിയിരുന്നു. എപ്പോഴായി കൊടുങ്കാറ്റ് വരുന്നത്, ഞാനൊന്ന് നോക്കിയിരിക്കട്ടെ. എപ്പോഴാണ് കൊടുങ്കാറ്റ് വരുന്നത്, എപ്പോഴാണ് പ്രതികൂലം വരാൻ പോകുന്നത്, കാരണം വരുമെന്നറിയാം. ഇനി എപ്പോഴാണ് വരുന്നതെന്ന് ഞാനൊന്ന് നോക്കിയിരിക്കട്ടെ. അങ്ങനെയൊന്നുമല്ല യേശു കർത്താവ് തീരുമാനിച്ചത്. യേശു കർത്താവ് തീരുമാനിച്ചു, ഈ കൊടുങ്കാറ്റിന് നടുവിലും ഞാൻ തലവണ വെച്ചുറങ്ങും. ആമീൻ. ഇത് തന്നെ യേശു കർത്താവ് നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒറ്റ കാര്യമുണ്ട്. യേശു കർത്താവ് നമ്മുടെ പടകിലുണ്ടെങ്കിൽ നമുക്ക് തലവണ വെച്ച് ഉറങ്ങാൻ പറ്റും. ആമീൻ. അത് കടഭാരമാണെങ്കിലും, അത് രോഗമാണെങ്കിലും, അത് പ്രയാസമാണെങ്കിലും, അത് എത്ര ഇന്റർവ്യൂവിൽ തോറ്റ വ്യക്തിയാണെങ്കിലും, യേശു കർത്താവുമായിട്ട് ഒരു വ്യക്തിപരമായ ബന്ധമുണ്ടെങ്കിൽ, യേശു കർത്താവ് പടകിലുണ്ടെങ്കിൽ, അതാണ് ഉദ്ദേശിക്കുന്നത്. യേശു കർത്താവ് പടകിൽ ഉണ്ടെന്നുള്ളതിൻ്റെ അർത്ഥമാക്കുന്നത് യേശു കർത്താവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധം. അതെ സിസ്റ്റർ, വലിയ ചുഴലിക്കാറ്റുകൾ ഉണ്ടാകിയപ്പോഴും ആ പടക് എപ്പോൾ വേണമെങ്കിലും തിര തള്ളിക്കേറി മുങ്ങുമാറാകുമ്പോഴും ആ സാഹചര്യത്തിന് നടുവിലും യേശു സമാധാനമായി സമാധാനമായിട്ട് കിടന്നു. അതേ കർത്താവ് തന്നെയല്ലേ സിസ്റ്റർ പറഞ്ഞത്, എന്റെ സമാധാനത്തെ ഞാൻ നിങ്ങൾക്ക് തരുന്നു. എങ്ങനെ യേശു കർത്താവ് ഉറങ്ങി? തലവണ വെച്ച് ഉറങ്ങിയെന്ന്. ഞാൻ ഇത് ഭാവനയെ കണ്ടപ്പോൾ യേശു കർത്താവ് ഒരു തലവണയും കൂടെ കരുതി. കാരണം യേശുവിന് അറിയായിരുന്നു ഭയങ്കര കൊടുങ്കാറ്റ് ഉണ്ടാകാൻ പോവാ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തലവണ വെച്ച് കിടന്നുറങ്ങും. കാരണം എല്ലാം നിയന്ത്രിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട്, ശാന്തമായിട്ട്, സ്വസ്ഥമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഇന്ന് പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ അനേക കുടുംബങ്ങളുണ്ട്. ഉടഞ്ഞു പോയവര്, കലങ്ങിപ്പോയവര്, ഇളകിപ്പോയവര്, അസമാധാനം അനുഭവിക്കുന്നവർ. എന്നാൽ ഇന്ന് യേശു കർത്താവ് ആമീൻ നമ്മുടെ ഹൃദയങ്ങളിൽ സമാധാനവും സ്വസ്ഥതയും തരുന്ന ഒരു നല്ല പ്രഭാതമാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് സമാധാനം കൊണ്ട് കർത്താവ് ഈ സമയത്ത് തന്നെ, അല്ലേ, ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ സമാധാനം ഓരോ ഹൃദയങ്ങളിലും നിറയട്ടെ. തീർച്ചയായിട്ടും സിസ്റ്റർ, കാരണം തിരുവഴുത്തിൽ വീണ്ടും യേശു അരുളി ചെയ്ത് നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുതല്ലേ, എൻ്റെ സമാധാനത്തെ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. ധാന്യം വീഞ്ഞു വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും വലിയ സമാധാനത്തെയും സന്തോഷത്തെയും ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ആ വലിയ ചുഴലിക്കാറ്റുണ്ടായപ്പോഴും പടകിൽ തിര തള്ളിക്കേറി എപ്പോൾ വേണമെങ്കിലും മുങ്ങുമാറാകുമെങ്കിലും ആ പടകിനെ യേശുവിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. തലവേണ വച്ച് സുഖമായിട്ട് ഉറങ്ങാൻ കഴിയും. കാരണം യേശു കർത്താവിന്റെ പടകിലുണ്ട്, യേശു കർത്താവിൻ്റെ ജീവിതത്തിലുണ്ട്. എനിക്ക് യേശു കർത്താവുമായിട്ട് ഒരു ബന്ധമുണ്ട്. എനിക്ക് യേശു കർത്താവ്, എൻ്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എൻ്റെ യേശു കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന ആ ഉറപ്പ് നമുക്ക് അകത്തുണ്ടെങ്കിൽ എനിക്ക് തലവണ വെച്ച് ഉറങ്ങാൻ കഴിയും. ഏത് കൊടുങ്കാറ്റിന് നടുവിലും എനിക്ക് സ്വസ്ഥമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഇന്ന് അനേക കുടുംബങ്ങളിൽ യേശു കർത്താവിൻ്റെ സമാധാനം നിറയട്ടെ, കർത്താവിൻ്റെ സാന്നിധ്യം നിറയട്ടെ. തീർച്ചയായിട്ടും സിസ്റ്റർ, അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് ഓരോ കുടുംബത്തെയും ദൈവകാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുന്ന തൊട്ട് മുമ്പ് ചില കുടുംബങ്ങൾ അവിടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിച്ചിട്ടുണ്ട്. സിസ്റ്റർ, പത്തനംതിട്ടയിൽ നിന്ന് ബിജു അറിയിച്ചിരിക്കുന്നത് വൈഫിൻ്റെ അമ്മയ്ക്ക് തലയിൽ സ്ട്രോക്ക് വന്നു, ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, സംസാരശേഷി നഷ്ടപ്പെട്ടു. അച്ഛന് പാൻക്രിയാസിൽ സ്റ്റോൺ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് വയനാട് നിന്നും. ഷൈനി അറിയിച്ചിരിക്കുന്നു 2 കിഡ്നിക്കും പ്രോബ്ലം, ഡയാലിസിസ് ചെയ്യണമെന്ന് ഡോക്ടേഴ്സ് പറയുന്നു, ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. പത്തനംതിട്ടയിൽ ലില്ലിക്കുട്ടിയാണ് അറിയിച്ചിരിക്കുന്ന മകൾക്ക് ബ്രെയിനിൽ ബ്ലീഡിംഗ് ആണ്, MRI സ്കാൻ ചെയ്യണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. വാട്സാപ്പ്
വാട്സാപ്പിലൂടെയാണ് ഒരു സഹോദരി ഇത് അറിയിച്ചിരിക്കുന്നത്. ശ്വാസകോശത്തിൽ ക്യാൻസർ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുന്നു. എറണാകുളത്ത് നിന്നും അജിത ഇത് അറിയിച്ചിരിക്കുന്നു. തൊട്ടടുത്തുള്ള വ്യക്തിയുടെ കാര്യമാണ്. ചേച്ചിയുടെ മകന് 4 വയസ്സുള്ള കുഞ്ഞിന് വയറിന് പ്രോബ്ലം ICUവിലാണ്. വാട്സാപ്പിലൂടെ ലിനിജ വിവരം അറിയിച്ചിരിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശു നൽകുന്ന സൗഖ്യം, സമാധാനം ഓരോ വ്യക്തികളും ഓരോ കുടുംബം അനുഭവിക്കേണ്ടതിന് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പിതാവേ, ഞങ്ങൾ യേശു കർത്താവിന്റെ നാമത്തിൽ ഇപ്പോൾ ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി ആ തകർന്നു പോയ, ഉടഞ്ഞു പോയ, ശിഥിലമായി പോയ ഓരോ വ്യക്തികൾക്ക് വേണ്ടി ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശു നൽകി തന്ന സമാധാനം, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നുവെന്ന് പറഞ്ഞ ആ യേശു കർത്താവിൻ്റെ സാന്നിധ്യവും സമാധാനവും ഓരോ കുടുംബങ്ങളിലും ഓരോ വ്യക്തികളിലും ഇന്ന് പകൽ നിറയട്ടെ കർത്താവെ. അവിടുന്ന് നന്മയ്ക്കായി അടയാളങ്ങൾ ഇന്ന് കർത്താവ് ചെയ്യും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. Lord Jesus, we pray for shalom, your peace in every homes right now, Lord God. Every broken homes, Lord Jesus, I pray for your love and your grace to be upon them, Lord God. Lord, I pray for freedoms from a different type of addictions, Lord God Jesus. Lord, I pray for healings from every type of sicknesses in the body right now. Lord, I pray for, Lord Jesus, for people to get promoted today, oh Lord God. We pray for today's business opening till the closing, Lord. I pray that you should bless the hands of the work today, Lord. All this we ask your holy name. Pray, amen. ഈ 4118 ദിവസവും കർത്താവ് നമ്മോട് പറയുന്ന കാര്യം, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകണ്ട. ജീവിതത്തിൽ ഒത്തിരി വെല്ലുവിളിയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ആയിരിക്കാം നാം കടന്നു പോകുന്നത്. പക്ഷെ അപ്പോഴും കർത്താവ് നമ്മോട് പറഞ്ഞ നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകണ്ട, കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഏത് വെല്ലുവിളി നേരിട്ടാലും കർത്താവ് നമ്മളെ സഹായിക്കാനുണ്ട്. നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. ചേച്ചിയുടെ മോന് 35 വയസ്സ് പ്രായം കഴിഞ്ഞു. പക്ഷെ അവൻ്റെ വിവാഹം നടക്കുന്നില്ല. ഒത്തിരി ആലോചനകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ നടക്കാതെ അവർ വളരെ വിഷമിക്കുമ്പോൾ ഇപ്പോഴാണ് ഇവർ പ്രേം കേരളയിൽ പങ്കെടുക്കുന്നത്. പ്രേം കേരള കുടുംബയോഗത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് അവർക്ക് പ്രേം കേരള ഡയറി വാങ്ങുവാൻ ദൈവം സഹായിച്ചു. ആ ഡയറിയിൽ ആ മകൻ്റെ വിഷയം എഴുതി വെച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു. തങ്കച്ചായ നമ്മെ അറിയിച്ചത് എന്ന് ആ വിഷയം അവിടെ എഴുതി വെച്ച് പ്രാർത്ഥിച്ചോ അതിനകത്ത് 4 ദിവസത്തിനുള്ളിൽ മകനൊരു നല്ലൊരു ആലോചന വന്നു. അതിന് മുൻപോട്ട് പോയി. ആ മകൻ്റെ വിവാഹം കഴിഞ്ഞു. ആ മകനും മകൻ്റെ വൈഫും അതായത് എഴുതി വെച്ച് 41ാമത്തെ ദിവസം കർത്താവ് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. അതിന് മാത്രമല്ല മകനും വൈഫും അവർ കാനഡയിലേക്ക് കടന്നു പോകാൻ ദൈവം അവരെ സഹായിച്ചു. രണ്ടുപേരും ഇപ്പോൾ കാനഡയിൽ സന്തോഷത്തോടെ ആയിരിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന കർത്താവിന് നന്ദി അറിയിച്ചിരിക്കുന്നു. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജൂൺ മാസത്തിൽ കട്ടപ്പന കുടുംബയോഗം നടക്കുമ്പോൾ തന്നെ അവിടെ ഒരു മാതാവ് എന്ന് പറഞ്ഞ് അവിടെ ആദ്യത്തെ പ്രാർത്ഥനാ വിഷയം മകന് ജോലിയില്ല, ജോലി കിട്ടാൻ വേണ്ടി ഇതുപോലെ ഡയറിയിൽ ആ വിഷയം എഴുതി വെച്ച് ആ കുടുംബയോഗത്തിൽ വന്ന് പ്രാർത്ഥിച്ചായിരുന്നു. ആ മാതാവ് അടുത്ത മാസം വന്നാൽ പറഞ്ഞു മകൻ്റെ അനുഗ്രഹിക്കാൻ നല്ലൊരു ജോലി ലഭിച്ചു. അടുത്ത വിഷയം എന്ന് പറഞ്ഞാൽ മകന് വിവാഹം നടക്കണം. ആ വിഷയത്തിന് എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. ദുബായിലൊരു മോളുമായിട്ട് ആ വിവാഹം നടന്നു. അത് കഴിഞ്ഞ് അടുത്ത പ്രാവശ്യം ആ കൂടെ തന്നെ എൻ്റെ മോൻ വന്ന് വിദേശത്ത് മകളുടെ കൂടെ പോകണം. ആ വിഷയത്തിന് വേണ്ടി പറഞ്ഞു, അത് സാധിച്ചു. അമ്മ വന്നിട്ട് ഇത് പറയുന്നതന്നെ, ഞാൻ ഏത് വിഷയത്തിന് വേണ്ടി പ്രേംകേരളയിൽ പ്രാർത്ഥിക്കുന്നോ ആ ഡയറിയിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നു, അതിനെല്ലാം എൻ്റെ കർത്താവ് മറുപടി തരുന്നു. അടുത്ത വിഷയം എഴുതി വെച്ചു, എൻ്റെ മകന് മക്കളുണ്ടാകണം. ആ വിഷയം പറഞ്ഞു, എൻ്റെ മോനെ മക്കളുണ്ടായി. അത് കഴിഞ്ഞ് ലാസ്റ്റിന് വന്നപ്പോഴത്തേന് അമ്മയുടെ വിഷയം എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾ യൂറോപ്യൻ രാജ്യത്ത് പോകാൻ പ്രാർത്ഥിക്കണമെന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞത് അവർ മകനും മകളും കൂടെ ന്യൂസിലൻഡിലേക്ക് പോയി അനുഗ്രഹിക്കേണ്ട കുടുംബ ജീവിതം. അവർ പറയുന്നത് വേറൊന്നുമില്ല, പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന യേശു കർത്താവുണ്ട്. അതെ, പ്രേംകേരള കുടുംബാംഗങ്ങൾ നമ്മുടെ കൂടെ പ്രാർത്ഥിക്കും
പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവരും ചെയ്യുന്ന കാര്യം പ്രിയങ്കരുടെ ഡയറിയിലോ അല്ലെങ്കിൽ ഒരു പേപ്പറിലോ ബുക്കിലോ ഒക്കെ വിഷയങ്ങൾ എഴുതി വെച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈ തത്സമയം നടക്കുന്ന പ്രാർത്ഥനയുടെ ആ ടൈം മാത്രമല്ല, പിന്നീടുള്ള സമയവും അവർ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ആ എഴുതി വെച്ച വിഷയങ്ങളുടെ മേൽ കരങ്ങൾ വെച്ചൊക്കെ ചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ കുടുംബയോഗങ്ങളിലൊക്കെ പലയിടങ്ങളിലായിട്ട് നടക്കുകയാണല്ലോ. പല കുടുംബയോഗങ്ങളിലും കുടുംബാംഗങ്ങൾ അവിടെ കടന്നു വരുമ്പോൾ ചിലപ്പോൾ മക്കളുടെ പാസ്പോർട്ട് ആ മക്കളുമായിട്ട് വരുമ്പോൾ അവരുടെ പാസ്പോർട്ടുമായിട്ടൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ആ പ്രിയപ്പെട്ടവർ ആ മക്കളുടെ അടുക്കലേക്ക് പോകാനൊക്കെ ഉള്ള ആഗ്രഹമായിട്ട് അവർ വരുമ്പോൾ ആ പാസ്പോർട്ടും ഒക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഒത്തിരി തടസ്സങ്ങളും ഡോക്യുമെൻറ്റ് സംബന്ധമായ വിഷയവും വിസയുടെ വിഷയവും ടിക്കറ്റിൻ്റെ വിഷയവും ആ മെഡിക്കൽ വന്ന പ്രോബ്ലം ഒക്കെയാണ് അവർ നേരിടുന്നത്. പക്ഷേ എങ്കിലും ആ കുടുംബയോഗത്തിൽ വരുമ്പോൾ ആ പാസ്പോർട്ടും ഒക്കെ ആയിട്ട് അവർ കടന്നു വരുമ്പോൾ നമ്മൾ ഒന്നിച്ച് അവരുടെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഈ തോമസ് സാറ് നമ്മെ അറിയിച്ചത് അദ്ദേഹം തിരുവല്ലയിലെ കുടുംബയോഗത്തിൽ വരുമ്പോൾ അദ്ദേഹം നേരത്തെ വന്ന സമയത്ത് അദ്ദേഹം യു കെയിലേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ തടസ്സങ്ങൾ ഒത്തിരി നേരിട്ടുകൊണ്ടിരിക്കുക. പക്ഷേ അദ്ദേഹം ആ കുടുംബയോഗത്തിൽ തിരുവല്ലയിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ടുമായിട്ട് ആ കുടുംബയോഗത്തിൽ പങ്കെടുക്കുന്ന സാമ്പ്രദനുണ്ടായിരുന്നു. അപ്പം സാമ്പ്രദൻ്റെ കയ്യിൽ ആ പാസ്പോർട്ട് കൊടുത്തിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. സാമ്പ്രദനെ ഇത് ഞാൻ കുറേ നാളായി ഇതിനുവേണ്ടി ശ്രമിക്കുന്നു, ഒന്നും നടക്കുന്നില്ല. സാമ്പ്രദർ അദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചു. ആ പാസ്പോർട്ടും പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന് നൽകി കൊടുത്തു. പിന്നീട് 6/3/2025 കുടുംബയോഗം നടക്കുമ്പോൾ അദ്ദേഹം ആ പാസ്പോർട്ടിൽ ആ വിസയും ഉള്ള പാസ്പോർട്ടുമായിട്ടാണ് അവിടെ കുടുംബയോഗത്തിൽ വന്നത്. പ്രാർത്ഥിക്കുമ്പോൾ വേഗത്തിൽ പ്രവർത്തിക്കുന്ന കർത്താവ് അദ്ദേഹം ഇപ്പോൾ വിദേശത്തായിരിക്കുന്നു. പ്രാർത്ഥിച്ച എല്ലാവരോടുള്ള നന്ദിയും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ മുണ്ടക്കയത്ത് നമുക്ക് നമ്മുടെ കുടുംബയോഗത്തിൽ സഹായിക്കാൻ ജോണച്ചായനുണ്ടല്ലോ, ആ അച്ചായൻ വന്നിട്ട് പ്രാർത്ഥനാ വിഷയം എന്ന് പറഞ്ഞാൽ മകൻ വിദേശത്ത് പോകണം, വിസിറ്റിംഗ് വിസയായി പോകുന്നു, ആദ്യത്തെ 2 മാസം നിന്ന് ജോലി കിട്ടുന്നില്ല, വീണ്ടും പ്രെയിങ്ങളിൽ പ്രാർത്ഥിക്കുന്നു, വരേണ്ടതിന് ഒരാഴ്ച മുമ്പ് ജോലി കിട്ടുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്, എൻ്റെ മോന് ജോലി കിട്ടി, ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ശമ്പളത്തോടെ ജോലി എന്ന്. ആമേൻ. നമുക്ക് സാമ്പ്രദന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. നമുക്കറിയാം അദ്ദേഹം ഒക്ടോബർ 22 ആ സമയം മുതൽ നവംബർ 20 വരെയുള്ള സമയം ഇത് മുഴുവൻ USA-ലുണ്ട്. അദ്ദേഹം ഇപ്പോൾ USA-ലുണ്ട്, ഡാളസിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത്. സാമ്പ്രദനെ കോൺടാക്ട് ചെയ്യാൻ USA-ലുള്ള നമ്പർ നമ്മളിപ്പോൾ സ്ക്രീനിൽ നൽകി കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വിളിച്ചാൽ സാമ്പ്രദർ അറ്റൻഡ് ചെയ്യും, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാലും മതി. നമുക്ക് നേരിട്ട് മീറ്റ് ചെയ്ത് പ്രാർത്ഥിക്കേണ്ട വിഷയമാണോ അതിനുള്ള സൗകര്യം ഒരുക്കോ, അല്ല ഫോണിലൂടെ പ്രാർത്ഥിക്കേണ്ടതാണോ അതിനും സൗകര്യം ഉണ്ടായിരിക്കും. USA-ൽ സാമ്പ്രദർ ഉപയോഗിക്കുന്ന നമ്പർ ഇപ്പോൾ സ്ക്രീനിൽ നൽകി കൊടുക്കും. തങ്കച്ചായ അത് അമേരിക്കയിലുള്ള പ്രിയപ്പെട്ടവർക്ക് സാമ്പ്രദനെ കോൺടാക്ട് ചെയ്യാൻ, നമ്മുടെ നാട്ടിലുള്ള പ്രിയപ്പെട്ടവർ എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ 100-ലും 200-ലും ഒക്കെ അവസാനിക്കുന്ന നമ്പറിൽ വിളിച്ച് പ്രിയങ്കലയിൽ ആ പ്രാർത്ഥന ലൈനിലേക്ക് അത് വിളിച്ച് പറയണം. അവിടെ അത് എഴുതി വെച്ച് അവർക്കോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കും. സാമ്പ്രദന് വേണ്ടി ചേർന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ തന്നെ ഇന്ന് നമുക്കറിയാം നമ്മുടെ ഹാർവസ്റ്റ് TV-യിലൂടെ പ്രാർത്ഥന വരുന്നതിന് ഒത്തിരി തടസ്സങ്ങൾ നമ്മൾ നേരിട്ടു. അത് ടെക്നിക്കൽ ചില ഇഷ്യൂ കാരണമാണ് അത് നേരിട്ടത്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥന യാതൊരു തടസ്സവും കൂടാതെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അപ്പോൾ തന്നെ പ്രേയിങ് കേരള വലിയൊരു സാമ്പത്തിക ആവശ്യത്തിന് മുൻപിലാണ് നമ്മൾ നിൽക്കുന്നത്. ഹാർവസ്റ്റ് TV-ക്ക് നമുക്കൊരു 53 ലക്ഷം രൂപ ഉടനെ കൊടുക്കണം. പക്ഷെ വളരെ അത്യാവശ്യമായിട്ടൊരു 10 ലക്ഷം രൂപ ഇന്നും നാളെയൊക്കെ ആയിട്ട് അവർക്ക് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുക. ഈ പ്രാർത്ഥന തടസ്സം കൂടാതെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചെന്ന് നമുക്കും ഈ പ്രാർത്ഥനയ്ക്ക് കൊടുക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ നമുക്കറിയാം എല്ലാ ദിവസവും നമ്മൾ ബൈബിൾ പുതിയ നിയമഭാഗത്തുനിന്ന് 3 അധ്യായങ്ങൾ വെച്ച് വായിക്കുന്നുണ്ട്. ഡിസംബർ 31 ആകുന്നതിന് മുൻപ് പുതിയ നിയമം മുഴുവൻ വായിച്ച് പൂർത്തീകരിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ നമ്മളത് ചെയ്യുന്നത്. ഇന്ന് നമ്മൾക്ക് വായിക്കേണ്ട വചനഭാഗം എന്ന് പറയുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 9, 10, 11 അധ്യായങ്ങൾ. അതിന്ന് വായിക്കുക, ധ്യാനിക്കുക. ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. അപ്പോൾ തന്നെ ഇന്ന് ബർത്ത്ഡേയും വെഡിങ് ആനിവേഴ്സറിയും ഉള്ള പ്രിയപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയങ്കയുടെ തുടക്കം മുതൽ ഈ പ്രാർത്ഥനയിൽ ആ പാട്ടൊക്കെ പാടാനുണ്ടായിരുന്ന മകൾ ഗ്രീഷ്മ, ആ ഗ്രീഷ്മയുടെയും ഹസ്ബൻഡ് സുനിലിൻ്റെയും അവരുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഇന്ന് ദൈവം ആ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ കേക്കും ആ കുടുംബം സ്പോൺസർ ചെയ്തിരിക്കുന്നു. മകൾ എൽസിയുടെ 46ാമത് ആലീസ് വർഗീസ് യൂട്യൂബിൽ അർജിക്കുന്നത് കൊച്ചുമകൾ കെസിയുടെ 21ാമത്തെ ബർത്ത്ഡേ ആണ്. കോഴഞ്ചേരിയിൽ നിന്ന് ജിനു തമ്പാൻ തോമസ് ഭർത്താവ് ബിബിയുടെ 44ാമത് ബർത്ത്ഡേ ആണ്. ഷെറിൻ ദുബൈയിൽ നിന്ന് അർജിക്കുന്ന അമ്മ സൂസന്റെ 69ാമത്തെ ബർത്ത്ഡേ ആണ്. ഇന്നത്തെ കേക്ക് ആ കുടുംബം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. തിരുവല്ലയിൽ നിന്ന് ശോശ മൈസക്ക് മകൻ അജിത്തിന്റെ ബെറ്റിയുടെ 4ാമത് വെഡിങ് ആനിവേഴ്സറി. മേരി രാജൻ കുന്നംകുളത്ത് നിറച്ചിരിക്കുന്നത് ഹസ്ബൻഡ് രാജന്റെ 69ാമത്തെ ബർത്ത്ഡേ ആണ്. അമ്മിളി സുഗതം കൊല്ലത്ത് നിന്ന് കൊച്ചുമകൾ അഗ്നിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അമ്മിണി ചാക്കോച്ചൻ പറവൂരിൽ നിറച്ചിരിക്കുന്നു. കൊച്ചുമൻ ആ മകൾ ആന്റെ 14ാമത്തെ ബർത്ത്ഡേ ആണ്. മകൻ അമലിന്റെ 26ാം ബർത്ത്ഡേ ആണെന്ന് പത്തനാപുരത്ത് ഉഷ അറിയിച്ചിരിക്കുന്നു. സൂസൻ തോമസ് കുറിച്ച് നിറച്ചിരിക്കുന്നത് 68ാമത്തെ ബർത്ത്ഡേ ആണ്. മരുമകൻ ജോബിന്റെ ബർത്ത്ഡേ ആണെന്ന് പത്തനംതിട്ട ഏബ്രഹാം മാത്യു അറിയിച്ചിരിക്കുന്നു. ഡോളി തോമസ് തിരുവല്ല നിറച്ചിരിക്കുന്നു. കൊച്ചുമൻ നൈതന്റെ 7ാമത്തെ ബർത്ത്ഡേ ആണ്. മകൾ ദിവയുടെ 36ാം ബർത്ത്ഡേ ആണ്. വാട്സാപ്പിലെ ജെസ്സി മാത്യു അറിയിച്ചിരിക്കുന്നു. ബിജി ബിനു വാളകത്ത് നിറച്ചിരിക്കുന്നു. മകൾ ബിനിതയുടെ 22ാമത്തെ ബർത്ത്ഡേ ആണ്.
ഇന്ന് ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറിയുള്ള എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ആ സന്തോഷത്തിനായി തങ്കച്ചാൻ കേക്ക് കട്ട് ചെയ്യുമ്പോൾ കർത്താവെ ഞങ്ങൾ ഒന്നിച്ച് ചേർന്ന് ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറിയുള്ള ഓരോരുത്തരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പുതിയ വർഷത്തെ യേശുവെ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് അവരെ നിറയ്ക്കണം, അനുഗ്രഹിക്കണം. സാമ്പ്രദായം ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യാത്രകളിലും മീറ്റിങ്ങുകളിലും ഒക്കെ നിന്റെ സാന്നിധ്യം കൂടിയിരിക്കണം കർത്താവ്. അപ്പോൾ തന്നെ പ്രിയങ്കല കുടുംബാംഗങ്ങൾ അറിയിച്ച അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഓരോ കുടുംബത്തെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് എല്ലാവരെയും നിറയ്ക്കണം കർത്താവായ യേശുവേ. അങ്ങ് ഞങ്ങളിൽ ഓരോരുത്തരിലും വസിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.